ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓം നമോ ഭഗവതേ വാസുദേവായ. 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 എനിക്ക് മാതാജിയുടെ വീഡിയോ സ്റ്റില്ലായിട്ട് കാണണം, മറ്റുള്ളവർക്ക് എങ്ങനെ അറിയില്ല. ശരിയാണോ? അല്ല, കാണാം, പക്ഷെ സ്റ്റില്ലായിട്ട് മൂവ്മെന്റ് ഇല്ലാണ്ട്. എന്റെ കുഴപ്പമായിരിക്കുന്നത്. ഓക്കെ, കണ്ടിന്യൂ. ഹരേ കൃഷ്ണ. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 15 പുരുഷോത്തമ യോഗം. ഇന്നത്തെ ശ്ലോകങ്ങൾ 19 20. ശ്ലോകം 19 വായിക്കാം. യോ ഏവം അസംമോഹോ ജാനാതി പുരുഷോത്തമം സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. യോ മാമേവമസമ്മൂഢോ ജാനാതി പുരുഷോത്തമം സാ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. യോ മാമേവം അസമ്മൂഢോ ജാനാതി പുരുഷോത്തമം സാ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. യോ മാമേവം അസമ്മൂഢോ ജാനാതി പുരുഷോത്തമം സാ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. ഹരേ കൃഷ്ണ. ശിവൻ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭുജി. യോ മാമേവ മസമ്മൂഢോ ജാനാതി പുരുഷോത്തമം സ സർവവിദ് ഭജതി മാം സർവഭാവേന ഭാരത. ഭാരത, ഹേ ഭാരത, യാതൊരുവൻ ഏവം ഇപ്രകാരം അസമ്മൂഢ സംശയം കൂടാതെ മാം എന്നെ പുരുഷോത്തമനെന്ന് ജാനാതി അറിയുന്നു. സ അവൻ സർവവിദ് എല്ലാം അറിയുന്നവനായി സർവഭാവേന എല്ലാവിധത്തിലും മാം എന്നെ ഭജിക്കുന്നു. വിവർത്തനം ബൈ എസി ഭക്തിവേദാന്ത സ്വാമി പ്രഭുവാദിക്കും. എന്നെ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ എന്ന് നിസ്സംശയം അറിയുന്നവർ എല്ലാം അറിയുന്നവരാണ് ഹേ ഭാരത. അതുകൊണ്ട് അവർ എൻ്റെ ഭക്തിവിധ സേവനത്തിൽ പൂർണ്ണമായും മുഴുകിയിരിക്കുന്നു. ഭാവാർത്ഥം ബൈ എസി ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദിക്ക് ജയ്. ജീവസത്തകളുടെയും നിരപേക്ഷ തത്വത്തിൻ്റെയും മൂലസ്വരൂപത്തെപ്പറ്റി താത്വികങ്ങളായ പല ഊഹാഭോഗങ്ങളുമുണ്ട്. ഈ ശ്ലോകത്തിൽ ഭഗവാൻ തീർത്തു പറയുന്നു, ശ്രീകൃഷ്ണൻ തന്നെ പരമപുരുഷൻ എന്നറിയുന്നവരാണ് പരിപൂർണ ജ്ഞാനം സിദ്ധിച്ചവരെന്ന്. അല്പജ്ഞാനി നിരപേക്ഷ തത്വത്തെപ്പറ്റിയുള്ള ഊഹാഭോഗങ്ങളിൽ മുഴുകി സമയം പാഴാക്കുന്നു. ജ്ഞാനസിദ്ധനാകട്ടെ സമയം പാഴാക്കാതെ നേരെ കൃഷ്ണാബോധത്തിലൂടെ ഭക്തിപൂർവ്വം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നു. ഭഗവത്ഗീതയിൽ ഉടനീളം ഈയൊരു സത്യത്തെയാണ് ഊന്നിപ്പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടും ചില ഭഗവത്ഗീത വ്യാഖ്യാതാക്കൾ നിരപേക്ഷ തത്വവും ജീവാത്മാവും ഒന്നു തന്നെയെന്ന് വാശി പിടിക്കുന്നു. വേദജ്ഞാനത്തെ ശ്രുതി അഥവാ കേട്ടറിയേണ്ടത് എന്ന് പറയുന്നു. കൃഷ്ണനിൽ നിന്നും ഭഗവത് പ്രതിനിധികളായ പ്രമാണികരിൽ നിന്നും കേട്ടറിയേണ്ടതാണ് വേദസന്ദേശം. ഇവിടെ കൃഷ്ണൻ
ഈ വിഷയങ്ങളെ അത്യന്തം വിശകലനം ചെയ്തെന്ന് പ്രതിപാദിക്കുന്നത് ഇതിൽ നിന്നാണ് ഒരാൾ കേട്ടു ഗ്രഹിക്കേണ്ടതും. പന്നികളെപ്പോലെ കേട്ടതുകൊണ്ട് മാത്രമായില്ല, പ്രാമാണികരിൽ നിന്ന് അത് മനസ്സിലാക്കുകയും വേണം. കാൽപ്പനികങ്ങളായ ഊഹാപോഹങ്ങൾ നടത്തണമെന്നില്ല. ജീവസത്തകളെല്ലാം എപ്പോഴും പരമപുരുഷനായ ഭഗവാന് അധീനരാണെന്നും ആണെന്ന സത്യം ഭഗവത്ഗീതയിലൂടെ വിനയപുരസ്സരം കേട്ടറിയുക. ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നവർക്ക് മാത്രമേ വേദോദ്ദേശം ഗ്രാഹ്യമാവുകയുള്ളൂ എന്നാണ് ഭഗവത് മതം. മറ്റാർക്കും വേദോദ്ദേശം അറിയില്ല. ഭജതി എന്ന വാക്ക് ശ്രദ്ധിക്കുക. ഭഗവത് സേവനത്തോട് ബന്ധപ്പെടുത്തി ഈ വാക്ക് പല സ്ഥലങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ട്. ഒരാൾക്ക് തികച്ചും കൃഷ്ണാബോധമുണ്ടെങ്കിൽ, ഭഗവത് സേവനത്തിൽ തൽപരനാണെങ്കിൽ അയാൾക്ക് വേദജ്ഞാനം പൂർണ്ണമായിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. കൃഷ്ണന്റെ ഭക്തിയുത സേവനത്തിൽ മുഴുകിയവന് പരമനിരപേക്ഷ തത്വം മനസ്സിലാക്കാൻ മറ്റൊരു ആധ്യാത്മിക പ്രക്രിയയും ആവശ്യമില്ലെന്ന് വൈഷ്ണവ പരമ്പര പ്രസ്താവിച്ചിട്ടുണ്ട്. ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നത് കൊണ്ട് അയാൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു. വിവേകത്തിൻ്റെ പ്രാരംഭ പടവുകളെല്ലാം പിന്നിട്ടിരിക്കുന്നു. 100,000 ജന്മങ്ങൾ തത്വാന്വേഷണത്തിൽ ചെലവാക്കിയിട്ടും കൃഷ്ണൻ തന്നെ പരമപുരുഷനെന്നും അദ്ദേഹത്തിന് സ്വയം സമർപ്പിക്കണമെന്നുമുള്ള നിലപാടിലെത്താത്തവർക്കാകട്ടെ അത്രയും ജന്മങ്ങളിലെ തത്വാന്വേഷണവും അതിന് ചെലവാക്കിയ സമയവും പാഴായി പോയത് തന്നെ. ഹരേ കൃഷ്ണ പ്രഭുജി. ശ്ലോകം 20. ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇദം ഉക്തം മയാ നഘ ഏതത് ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യശ്ച ഭാരത. ഇതി ഗുഹ്യതമം ശാസ്ത്രം ഉക്തം മയാ നഘ ഏതദ് ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യശ്ച ഭാരത. ഗുഹ്യതമം ശാസ്ത്രം ഇദം ഉക്തം മയാ നഘ ഏതദ് ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യശ്ച ഭാരത. ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇദം ഉക്തം മയാ നഘ ഏതദ് ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യശ്ച ഭാരത. ഹരേ കൃഷ്ണ ഗുരുജി. ഹരേ കൃഷ്ണ. ഇതി ഗുഹ്യതമം ശാസ്ത്രം ഉക്തം മയാ നഘ ബുദ്ധ്വാൻ സ്യാത് കൃതകൃത്യശ്ച ഭാരത. അനഘനായ പാവനനായ ഭാരത, ഹേ അർജുന, ഇപ്രകാരം ഉത്തമം അത്യന്ത രഹസ്യമായ ഇതം ശാസ്ത്രം, ഈ ശാസ്ത്രം മയ എന്നാൽ ഉത്തമം അറിയപ്പെട്ടു. ഏതത് ഇതിനെ ബുദ്ധ്വ മനസ്സിലാക്കിയിട്ട് സർവേ എല്ലാവരും ബുദ്ധിമാനും കൃതകൃത്യനുമായി കർത്തവ്യം നിർവഹിക്കുന്നവനുമായി സ്യാദിക്കും. വിവർത്തനം. ഹേ പാപരഹിത, ഞാൻ ഇപ്പോൾ ഉപദേശിക്കുന്ന വേദഗ്രന്ഥങ്ങളിലെ അതിരഹസ്യമായ ഭാഗമാണ്. ഇതറിയുന്നവർ ബുദ്ധിശാലികളാവും, അവരുടെ പ്രയത്നങ്ങൾക്ക് പൂർണ്ണത കൈവരും. വേദഗ്രന്ഥങ്ങളുടെയെല്ലാം സാരസത്തെയാണ് ഈ ജ്ഞാനമെന്ന് ഭഗവാൻ വ്യക്തമാക്കുന്നു. കൃഷ്ണൻ ഉപദേശിച്ചതുപോലെ തന്നെ വേണം ഇതിനെ ഉൾക്കൊള്ളുന്നതും. അങ്ങനെ ചെയ്യുന്നവർ ബുദ്ധിമാരാകും. അവർക്ക് തികഞ്ഞ ആധ്യാത്മിക ജ്ഞാനം ഉദിക്കുകയും ചെയ്യും.
മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പരമപുരുഷന്റെ ഈ തത്വശാസ്ത്രം പഠിച്ചറിഞ്ഞ് ഭഗവത് സേവന നിരതരാകുന്നവർക്ക് ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ ക്രിയാണ്. ആധ്യാത്മികമായ ജ്ഞാനത്തിന്റെ പ്രക്രിയയാണ് ഭക്തിപൂർവമായ ഭഗവത് സേവനം. അത് നടത്തുന്നിടത്ത് ഭൗതിക നിലനിൽക്കുകയില്ല. ഭഗവത് സേവനവും ഭഗവാനും ആധ്യാത്മികമായതുകൊണ്ട് ഒന്ന് തന്നെ. ഭഗവാന്റെ അന്തരംഗ ശക്തിയിലാണ് ഭക്തിയുത സേവനം നടത്തുന്നത്. ഭഗവാൻ സൂര്യനും അജ്ഞാനം ഇരുട്ടുമാണ്. സൂര്യൻ ഉള്ളിടത്ത് ഇരുട്ടിന് പ്രശ്നം ഉദിക്കുന്നില്ല. വിശ്വാസിയായ ഒരു ആധ്യാത്മിക ഗുരുവിന്റെ ശരിയായ നേതൃത്വത്തിൽ ഭഗവത് സേവനം നടക്കുമ്പോൾ അജ്ഞാനത്തിന്റെ പ്രശ്നവും ഉദിക്കുന്നില്ല. ബുദ്ധിമാനും വിശുദ്ധനുമായ ഏതൊരാളും ഉൾക്കൊള്ളുകയും സേവനം അനുഷ്ഠിക്കുകയും വേണം. കൃഷ്ണനെ മനസ്സിലാക്കി ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടാത്തിടത്തോളം കാലം സാമാന്യ ദൃഷ്ട്യ ബുദ്ധിമാനായിരുന്നാലും അയാളെ ആ നിലയ്ക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇവിടെ അർജുനന് കൃഷ്ണൻ അനഘ എന്നാണ് സംബോധന ചെയ്യുന്നത്. പാപമില്ലാത്തവൻ എന്നാണ് ഇതിന്റെ അർത്ഥം. എല്ലാ പാപപ്രതികരണങ്ങളിൽ നിന്നും വിമുക്തനായി കഴിയാൻ ഒരാൾക്ക് കൃഷ്ണനെ സാധ്യമല്ലെന്ന് ആണ് ധരിപ്പിക്കുന്നത്. എല്ലാതരം മാലിന്യങ്ങളിൽ നിന്നും എല്ലാ പാപകർമ്മങ്ങളിൽ നിന്നും മുക്തനായിട്ടുള്ളതും കൃഷ്ണനെ തികച്ചും അറിയാം. എങ്കിലും ഒരിക്കൽ ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടാൽ മനുഷ്യൻ സ്വാഭാവികമായി പാപരഹിതന്റെ നിലയിൽ അത്രമേ ശുദ്ധവും വൈഭവവുമാണെന്നത്രേ ഭക്തിയുത സേവനം. തികഞ്ഞ കൃഷ്ണാവബോധത്തോടെ വിശുദ്ധ ഭക്തരോടൊപ്പം ഭക്തിയുത സേവനം അനുഷ്ഠിക്കുമ്പോൾ പാടെ വർദ്ധിക്കേണ്ടുന്ന ചില കൃത്യങ്ങളുണ്ട്. ഇവയിൽ സുപ്രധാനമായത് ഹൃദയ ദൗർബല്യമാണ്. ഭൗതിക പ്രകൃതിയെ കീഴടക്കണമെന്ന ആഗ്രഹമാണ് മനുഷ്യന്റെ അധപതനത്തിന് ആദ്യത്തെ ക്ഷണം. അത് ദിവ്യപ്രേമ ഭക്തസേവനയെ നശിപ്പിക്കുന്നു. ഭൗതിക പ്രകൃതിയെ കീഴടക്കാനുള്ള വാസന വളരുന്നതോടൊപ്പം ഭൗതിക പദാർത്ഥങ്ങളിൽ ആസക്തിയും അത് നേടാനുള്ള മനോഭാവവും കൂടുന്നു എന്നതാണ് രണ്ടാമത്തെ ദൗർബല്യം. ഈ ദൗർബല്യങ്ങളിൽ നിന്നും തന്നെ ഭൗതിക ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം ഉളവാകുന്നത്. ഈ അധ്യായത്തിലെ ആദ്യ ശ്ലോകങ്ങളാണെങ്കിലും ഇവയിൽ നിന്നും സ്വയം മുക്തി നേടാനുള്ള പ്രക്രിയയെ വിവരിക്കുന്നു. 6-ാം ശ്ലോകം മുതൽ ഉള്ളവ പുരുഷോത്തമ യോഗത്തെ പ്രതിപാദിക്കുകയാണ്. പുരുഷോത്തമ യോഗം എന്ന ഭഗവത്ഗീതയുടെ 15-ാം അധ്യായത്തിന്റെ ഭക്തിവേദാന്ത വിശദീകരണം ഇപ്രകാരം സമാപിക്കുന്നു. ഹരേ കൃഷ്ണ. ഓം ജ്ഞാനതിമിരംഗസ്യ ജ്ഞാനവിജനശലാഭയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ ശ്രീചൈതന്യമോപേഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം ലോകപദാമസ്യ തഥാപി സ്വപദാന്തികം വന്ദേ ശ്രീഗുരോ ശ്രീപദകമലം ശ്രീഗുരുവൻ വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സർവരഘുനാഥാന്വിതം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദായ സഹലളിതാ ശ്രീവിശാഖാന്വിതാംശ നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനി നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി സത്യദേശധാരിണി നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തി സിദ്ധാന്ത സരസ്വതീ നാമിനി ശ്രീവാഷഭാനവീ ദേവി ദൈത്യായ കൃപാകരി കൃഷ്ണ സംബന്ധ വിജ്ഞാനധായിനേ ഭഗവേ നമഃ മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗാ ഭക്തിദ ഗൗരകരുണാശക്തി വിഗ്രഹായ നമസ്തുതേ നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തയേ ദീനതാരിണി രൂപാനുഗാ വിരുദ്ധാപസിദ്ധാന്ത ഭക്തകാരിണി നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയേ വിപ്രലംബര സാംബോധേ പാദാംബുജേ തേ നമഃ നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനി ഗൗരശക്തി സ്വരൂപായ വിപാനുകാവരായതേ ഗൗരാവിർഭാഭൂമിസ്ത്വം നിർദ്ദിഷ്ട സജ്ജനപ്രിയ വൈഷ്ണവ സാർവഭൗമ ശ്രീ ജഗന്നാഥായ തേ നമഃ ശ്രീരൂപ സനാതന ഭക്ത രഘുനാഥ ശ്രീജീവ ഗോപാല ഭട്ട ദാസ രഘുനാഥ ഹേ ചായ് ഗൗരി ചരൺ ബന്ധൻ ജഹാമോദ വിജ്ഞാനാഷ്ടപൂരം കൽപതരൂപ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ നമോ മഹാവദന്യായ കൃഷ്ണ പ്രേമ പ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമ്നേ ഗൗരത്യുഷേ നമഃ പഞ്ചതത്വാത്മകം കൃഷ്ണം
ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. ജയതാം സുരതോപങ്കോ നമ മന്ദമതേർഗതി മത്സർവസ്വപദാംബോജോ മദനമോഹനോ ദിവ്യാദ്വന്ദ്വാരണ്യകൽപദ്രുമത ശ്രീമദ് രത്നാകര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാശ്രീല ഗോവിന്ദ ദേവോ ദ്രഷ്ടാലഭി സേവിമാനോ സ്മരാമി. ശ്രീമന്ദാസരസാരംഭി വംശീകടത്തടസ്ഥിതഃ പശ്യൻ വേണു സ്വനിർഗോപി ഗോപിനാഥ ശ്രീസ്തുന. ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി സ്വാമി ഹരിപ്രിയേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. कृष्ण 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 हरे 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 राम 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 हरे हरे. ഹരേ കൃഷ്ണ. ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. യോ മാമേവമസംമൂഢോ ജാനാതി പുരുഷോത്തമം സാ സർവവിദ്ഭജതി മാം സർവഭാവേന ഭാരത. എന്നീ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ എന്ന് നിസ്സംശയം അറിയുന്നവർ എല്ലാം അറിയുന്നവരാണ്. ഹേ ഭാരത, അതുകൊണ്ട് അവർ എന്റെ ഭക്തിയുത സേവനത്തിൽ പൂർണ്ണമായും മുഴുകിയിരിക്കുന്നു. ഹരേ കൃഷ്ണ. ഇനി ഞാൻ പോകുന്ന കാര്യം എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുകയാണെങ്കിൽ അത് എന്റെ ഭാഗത്തു നിന്നുള്ളത് മാത്രമായിരിക്കും. ഞാൻ എന്തെങ്കിലും ശരികൾ പറയുന്നുണ്ടെങ്കിൽ അത് എന്റെ ശിക്ഷാഗുരുവിന്റെയും വൈഷ്ണവ പരമ്പരയിലെ ആചാര്യന്മാരുടെയും ഭഗവാന്റെയും കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഭക്തരുടെയും ആധാരബന്ധങ്ങളെ എന്റെ ഭക്തനാണ്. ഹരേ കൃഷ്ണ. പുരുഷോത്തമ യോഗം എന്ന ഈ അധ്യായത്തിന്റെ അവസാനത്തെ 2 ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് 16, 17, 18 ഈ ശ്ലോകങ്ങള് നമ്മൾ മനസ്സിലാക്കിയതില് 2 തരം പുരുഷന്മാർ പഠിച്ചു. 2 തരം തെറ്റു പറ്റാവുന്നവരും തെറ്റ് പറ്റാത്തവരും. അതായത് ഭൗതിക ലോകത്തിലുള്ള ജീവാത്മാക്കളും ആത്മീയ ലോകത്തിലുള്ള ജീവാത്മാക്കളും. അവരെ കുറിച്ച് മനസ്സിലാക്കിയതില് ഭൗതിക ലോകത്തിലുള്ളവര് തെറ്റുപറ്റുന്നവരും ആത്മീയ ലോകങ്ങളിലോട്ട് തെറ്റുപറ്റാത്തവരുമാണ്. അത് കഴിഞ്ഞ് 17-ാം ശ്ലോകത്തില് പഠിച്ചത് പരമാത്മാവിനെ കുറിച്ച്. അതായത് ഈ 2 പുരുഷന്മാരെ കൂടാതെ പരമാത്മാ സ്വരൂപനായ അവ്യയനായ ഭഗവാനുണ്ട്. അദ്ദേഹം ഈ 3 ലോകങ്ങളിലും അന്തർഗതനായി അവയെ പുലർത്തിപ്പോയി. അതായത് ഭഗവാൻ ഈ 3 ലോകങ്ങളിലും എല്ലാ സകല ചരാചരങ്ങളെയും പുലർത്തി പോരുന്നു. ഈ 2 ജീവാത്മാക്കൾക്കും പുറമെയാണ് പരമാത്മാ സ്വരൂപനായ ഭഗവാൻ. 18-ാം പഠിച്ചു ഭഗവാൻ ക്ഷരങ്ങൾക്കും അക്ഷരങ്ങൾക്കും അതീതനാണ്. സർവശ്രേഷ്ഠനായതുകൊണ്ട് വേദങ്ങളും ലോകരും ഭഗവാനെ പുരുഷോത്തമൻ എന്ന് പറയുന്നു. ശ്ലോകങ്ങളെ ശ്ലോകത്രയം എന്നാണ് അറിയപ്പെടുന്നത്. 16, 17, 18 ശ്ലോകങ്ങളെ. ഈ ശ്ലോകങ്ങള് അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് സംബന്ധജ്ഞാനം. അതായത് നമ്മള് ആരാണ്, നമ്മൾ ഈ ആത്മാവിനെ എന്താണ് നമുക്ക് ഭഗവാനായിട്ടുള്ള റിലേഷൻ, അതാണ് സംബന്ധജ്ഞാനത്തിലൂടെ ഒരു ജീവാത്മാവ് മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മൾ ആരാണെന്നും നമ്മൾക്ക് ഭഗവാനുമായിട്ടുള്ള ബന്ധം, ആ റിലേഷൻഷിപ്പ് എന്താണെന്നുമാണ് ഈ 3 ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നത്. അതാണ് സംബന്ധജ്ഞാനം. 16, 17, 18 ത്രൈശ്ലോക എന്നാണ് ഈ ശ്ലോകങ്ങളെ അറിയപ്പെടുന്നത്. അതിലൂടെ നമ്മൾക്ക് ജീവാത്മാവും ഭഗവാനും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് മനസ്സിലാക്കി. അതിനുശേഷം ഇനി ഭഗവാൻ നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ ഭഗവാനുമായിട്ടുള്ള ബന്ധം മനസ്സിലാക്കി, ഇനി നമുക്ക് എന്താണ് നമ്മുടെ പ്രവർത്തനം, എന്താണ് നമ്മൾ ചെയ്യേണ്ട ആക്ഷൻ, അതാണ് അടുത്ത 19-ാം ശ്ലോകത്തിൽ നമുക്ക് ഭഗവാൻ മനസ്സിലാക്കി. അതിനെ അഭിധേയ എന്നാണ് പറയുന്നത്. ആ അഭിധേയ എന്താണ് പ്രവൃത്തി, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ ജീവാത്മാവ് ഭഗവാനായിട്ടുള്ള ബന്ധം മനസ്സിലാക്കി, നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കി. അപ്പോ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അടുത്ത സ്റ്റെപ്പ് അതാണ് 19-ാം ശ്ലോകത്തില് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്.
എന്റെ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ എന്ന് നിസ്സംശയം അറിയുന്നവർ എല്ലാം അറിയുന്നവരാണ്. ഹേ ഭാരത, അതുകൊണ്ട് അവർ എന്റെ ഭക്തിയുത സേവനത്തിൽ പൂർണ്ണമായും മുഴുകിയിരിക്കുന്നു. അതായത് ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന് അത് മനസ്സിലാക്കിയവരെ എന്താണ് ചെയ്യേണ്ടത്? പൂർണ്ണമായും ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ മുഴുകിയിരിക്കുന്നു. അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു പ്രവൃത്തി. അതായത് ഭഗവാനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഭക്തിയുത സേവനം. അതാണ് അഭിധേയയിൽ നമ്മൾ ചെയ്യേണ്ടത്. അതെ, ആ ഒരു കാര്യം മാത്രമാണ് ഈ മനുഷ്യജന്മം കിട്ടിയതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഈ ഭൗതിക ലോകത്തിലെ ഇവിടെ ഈ ശരീരത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. അതായത് നമ്മുടെ ജീവാത്മാക്കളാണ്. നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണെന്ന് ഈ ഭൗതിക ജീവിതത്തിൽ നമ്മൾ ബദ്ധ ജീവാത്മാക്കളായി വന്നുപെട്ടത് കൊണ്ട് നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ നമ്മൾ ചെയ്യുകയും, എന്നാൽ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഭക്തിയുത ഭഗവത് സേവനമാണ്. അതാണ് ഭഗവാൻ ഈ ശ്ലോകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. പറയും, എല്ലാവർക്കും സംശയമുള്ള കാര്യമാണ്. ജീവാത്മാവാണോ, ബ്രഹ്മനാണോ, ഭഗവാനാണോ, ഏതാണ് സുപ്രീം? അത് നമ്മൾ പൂർണ്ണമായും ശരിയായ ജ്ഞാനം അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് ജീവാത്മാക്കൾ എല്ലാവരും പറയും മനുഷ്യ ദൈവങ്ങളുണ്ടെന്നല്ലേ. പക്ഷെ നമുക്ക് അറിയാം, ഒരു ജീവാത്മാവിനും ഒരിക്കലും ഭഗവാനാവാൻ സാധിക്കില്ല. ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഭഗവാന്റെ തുല്യനായോ ഭഗവാന് മുകളിലോ ആരുമില്ല. തത്സമോ അധിക അത് ഒരു ശ്ലോകത്തിൽ നമുക്ക് മനസ്സിലാക്കി തന്നിരുന്നു ഭഗവാൻ. അതുകൊണ്ട് അറിയാം, നമുക്ക് ഒരിക്കലും ഒരു ജീവാത്മാവിനും ഒരിക്കലും ഭഗവാനാവാൻ കഴിയുകയില്ല. നമ്മളെപ്പോഴും ജീവേര സ്വരൂപ കൃഷ്ണര നിത്യദാസ, നമ്മളെപ്പോഴും ഭഗവാന്റെ ദാസനാണ്. ഭഗവാൻ എപ്പോഴും നമ്മളെപ്പോഴും ഭഗവാൻ നമ്മൾ അണുവും ഭഗവാൻ വിഭുവുമാണ്. നമ്മളെപ്പോഴും സർവന്റും ഭഗവാൻ മാസ്റ്ററുമാണ്. ഒരിക്കലും സർവന്റിന് മാസ്റ്റർ ആവാൻ സാധിക്കില്ല. സർവന്റിന് എപ്പോഴും സർവീസ് ചെയ്യാം. അതാണ് ഓരോ ജീവാത്മാവിന്റെയും കടമ. അത് നമ്മൾ പൂർണ്ണമായി ചെയ്തുകൊണ്ടിരിക്കുക, അത് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഈ ശ്ലോകത്തിലൂടെ മനസ്സിലാക്കേണ്ട കാര്യം. ജീവസത്തകളുടെയും നിരപേക്ഷ തത്വത്തിന്റെയും മൂലസ്വരൂപത്തെ പറ്റി താത്വികങ്ങളായ പല ഊഹാപോഹങ്ങളും ഉണ്ട്. ഈ ശ്ലോകത്തിൽ ഭഗവാൻ തീർത്തു പറയുന്നു, ശ്രീകൃഷ്ണൻ തന്നെ പരമപുരുഷൻ എന്നറിയുന്നവരാണ് പരിപൂർണ ജ്ഞാനം സിദ്ധിച്ചവർ എന്ന്. അല്പജ്ഞാനി നിരപേക്ഷ തത്വത്തെ പറ്റിയുള്ള ഊഹാപോഹങ്ങളിൽ മുഴുകി സമയം പാഴാക്കുന്നു. ജ്ഞാനസിദ്ധനാകട്ടെ സമയം പാഴാക്കാതെ നേരെ കൃഷ്ണാബോധത്തിലൂടെ ഭക്തിപൂർവം ഭഗവത് സേവനത്തിൽ ഏർപ്പെടുന്നു. ഭഗവത്ഗീതയിൽ ഉടനീളം ഈ ഒരു സത്യത്തെയാണ് ഊന്നി പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടും ചില ഭഗവത്ഗീതാ വ്യാഖ്യാതാക്കൾ നിരപേക്ഷ തത്വവും ജീവാത്മാവും ഒന്നു തന്നെയെന്ന് വാശി പിടിക്കുന്നു. വേദജ്ഞാനത്തെ ശ്രുതി അഥവാ കേട്ടറിയേണ്ടത് എന്ന് പറയുന്നു. കൃഷ്ണനിൽ നിന്നും ഭഗവത് പ്രതിനിധികളായ പ്രാമാണികരിൽ നിന്നും കേട്ടറിയേണ്ടതാണ് വേദസന്ദേശം. ഇവിടെ കൃഷ്ണൻ ഈ വിഷയങ്ങളെ അത്യന്തം വിശകലനം ചെയ്താണ് പ്രതിപാദിക്കുന്നത്. ഇതിൽ നിന്നൊരാൾ കേട്ടു ഗ്രഹിക്കേണ്ടതും പന്നികളെ പോലെ കേട്ടതുകൊണ്ട് മാത്രമായില്ല, പ്രാമാണികരിൽ നിന്ന് അത് മനസ്സിലാക്കുകയും വേണം. അതായത് പ്രാമാണികരിൽ നിന്ന് അതായത് നമ്മൾ പറഞ്ഞ ശ്രുതി, ഭഗവാനിൽ നിന്ന് കേട്ട കാര്യങ്ങൾ നമുക്ക് വേദങ്ങളിലൂടെ പറഞ്ഞു തരുന്നത്. ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ. അത് ആരാണോ മനസ്സിലാക്കുന്നത്, അത് എങ്ങനെ മനസ്സിലാക്കണം? നമ്മുടെ ആധ്യാത്മിക ഗുരുക്കന്മാരിൽ നിന്ന്, നമ്മുടെ ശാസ്ത്രങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങളായ ഭഗവത്ഗീത, ശ്രീമദ് ഭാഗവതം, ഇതിലൂടെ നമ്മൾ ആ പരമമായ ജ്ഞാനം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി കഴിഞ്ഞെങ്കിൽ മാത്രമാണ് നമുക്ക് ഭക്തിയുത ഭഗവത് സേവനത്തെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതായത് നമുക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ആ കൽമഷങ്ങളെല്ലാം മാറി നമുക്ക് ആ ജ്ഞാനം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഭഗവത് സേവനം ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ വരികയുള്ളൂ. അതായത് കൽമഷങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു ശരീരത്തിൽ ഒരിക്കലും ആ ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് നാമജപം, അതിലൂടെ നമുക്ക് കൽമഷങ്ങളെല്ലാം മാറ്റി എങ്കിൽ മാത്രമേ ആ ശാസ്ത്രം, ഭഗവാനെ കുറിച്ചുള്ള ശാസ്ത്രം പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ആ ഭഗവാനാണ് പരമദിവ്യോത്തമ പുരുഷൻ എന്ന് അംഗീകരിക്കാനും ആ ജീവാത്മാവിനും കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് പല ജീവാത്മാക്കളും മറ്റ് ദൈവങ്ങളെ ആരാധിച്ച് അതിൽ മുഴുകി അവരുടെ സമയം ആ ജീവാത്മാവിന്റെ ആ മനുഷ്യ സൃഷ്ടി, ആ മനുഷ്യൻ എന്ന ആ ജീവാത്മാവായി മാറിയിട്ടും അവർക്ക് പൂർണ്ണമായും ശരിയായ ജ്ഞാനം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തത്. അവര് ആ ദൈവങ്ങളിലെ വിശ്വസിച്ച് അവരുടെ ആധ്യാത്മികമായ പുരോഗതി കൈവരിക്കാതെ വെറും ദേഹ തൃപ്തിക്ക് വേണ്ടി, അതായത് ആ ജീവിതത്തിലെ സുഖങ്ങൾക്കും
ആധ്യാത്മികമായ പുരോഗതി ഒട്ടും കൈവരിക്കാതെ വെറും ദേഹസംതൃപ്തിക്ക് വേണ്ടി, മാനസിക സംതൃപ്തിക്ക് വേണ്ടി അവര് മറ്റ് ആരാധനകൾ നടത്തി ജീവിച്ചു പോരുന്നത്. എന്നാൽ കൃഷ്ണാബോധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായും ആ ഭഗവത്ഗീതയിൽ എന്താണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കി ആ പ്രക്രിയ തുടർന്നു പോരണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതാണ് പറയുന്നത്, പൂർണ്ണമായും ആധ്യാത്മിക ആചാര്യയിൽ നിന്ന് മനസ്സിലാക്കണം, ശാസ്ത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കണം. അതിനാണ് നമുക്ക് ശാസ്ത്ര ഗ്രന്ഥങ്ങളുള്ളത്. അതിൽ പറയുന്നതാണ് ശരിയായ പരമമായ സത്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതായത് നമുക്ക് വിശ്വാസപൂർണമായ ഭഗവാനിൽ നിന്ന് കേട്ട കാര്യങ്ങളാണ്, സ്മൃതിയാണ്, അത് നമുക്ക് പൂർണ്ണമായും നമുക്ക് വിശ്വസിക്കാം. അതാണ് എപ്പോഴും പരമപുരുഷനായ ഭഗവാന് അധീനരാണെന്ന സത്യം ഭഗവത്ഗീതയിലൂടെ വിനയപുരസരം കേട്ടറിയുക. ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നവർക്ക് മാത്രമേ വേദോദ്ദേശം ഗ്രാഹ്യമാവുകയുള്ളൂ എന്നാണ് ഭഗവത് മതം. മറ്റാർക്കും വേദോദ്ദേശം അറിയില്ല. അതാണ് പറയുന്നത്, സാധാരണ ജീവാത്മാക്കൾക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഭഗവത്ഗീത മനസ്സിലാക്കണമെങ്കിൽ ഒരു ആധ്യാത്മിക ആചാര്യന്റെ കീഴിൽ വന്ന് അത് പഠിക്കുക തന്നെ വേണം. എങ്കിൽ മാത്രമേ അത് പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മറ്റു വ്യക്തികൾ പറയുന്നതിൽ നമ്മൾ അതും ശരിയാണ്, അതിലേതാണ് ശരിയെന്ന് കൺഫ്യൂഷനായി നമ്മൾ മറ്റ് വഴികളിലേക്ക് തിരിയും. അതായത് നമ്മൾ ഡൈവേർട്ടായി പോകും, നമ്മുടെ പരമമായ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, ആധ്യാത്മിക ആചാര്യന്റെ കീഴിൽ നമ്മൾ ഭഗവത്ഗീത പഠിച്ച് എന്താണ് പരമമായ സത്യം, ഭഗവാൻ എന്താണ്, പരമദിവ്യോത്തമ പുരുഷനാണെന്ന പരമസത്യം നമ്മൾ ഉൾക്കൊള്ളണം. എങ്കിൽ മാത്രമേ നമുക്ക് ഭക്തിയുത ഭഗവത് സേവനം പവിത്രമായ രീതിയിൽ, അതായത് നമ്മൾ ശരിയായ രീതിയിൽ നമുക്ക് അനുഷ്ഠിക്കാൻ സാധിക്കുകയുള്ളൂ. ഭജതി എന്ന വാക്ക് ശ്രദ്ധിക്കുക. ഭഗവത് സേവനത്തോട് ബന്ധപ്പെടുത്തി ഈ വാക്ക് പല സ്ഥലങ്ങളിലും ഉപയോഗിച്ചിട്ടുണ്ട്. ഒരാൾക്ക് തികച്ചും കൃഷ്ണാബോധമുണ്ടെങ്കിൽ, ഭഗവത് സേവനത്തിൽ തൽപരനാണെങ്കിൽ അയാൾക്ക് വേദജ്ഞാനം പൂർണ്ണമായുണ്ടെന്ന് മനസ്സിലാക്കാം. കൃഷ്ണന്റെ ഭക്തിയുത സേവനത്തിൽ മുഴുകിയവന് പരമനിരപേക്ഷ തത്വം മനസ്സിലാക്കാൻ മറ്റൊരു ആധ്യാത്മിക പ്രക്രിയയും ആവശ്യമില്ലെന്ന് വൈഷ്ണവ പരമ്പര പ്രസ്താവിച്ചിട്ടുണ്ട്. ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടതുകൊണ്ട് അയാൾ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു. വിവേകത്തിന്റെ പ്രാരംഭ പടവുകളെല്ലാം പിന്നിട്ടിരിക്കുന്നു. 100,000 ജന്മങ്ങൾ തത്വാന്വേഷണത്തിൽ ചെലവാക്കിയിട്ടും കൃഷ്ണൻ തന്നെ പരമപുരുഷനെന്നും അദ്ദേഹത്തിന് സ്വയം സമർപ്പിക്കണമെന്നുമുള്ള നിലപാടിലെത്താത്തവർക്കാകട്ടെ അത്രയും ജന്മങ്ങളിലെ തത്വാന്വേഷണവും അതിന് ചെലവാക്കിയ സമയവും പാഴായി പോയത് തന്നെ. അതായത് നമ്മൾ ഭക്തിയുത സേവനത്തിൽ മുഴുകിയാൽ പിന്നെ വേറെ കർമ്മയോഗം, ജ്ഞാനയോഗം, അഷ്ടാംഗയോഗം ഇതൊന്നും അനുഷ്ഠിക്കേണ്ട കാര്യമില്ല. അതായത് ഭഗവാൻ നേരിട്ട് ഭക്തനും ഭഗവാനും തമ്മിലുള്ള നേരിട്ട റിലേഷൻഷിപ്പാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതായത് ഭക്തിയാണ് അതിൽ മെയിൻ ആയിട്ട് നിൽക്കുന്നത്. ഭഗവാനും ഭക്തനും ഭക്തി, ആ ഭക്തിയിലൂടെ തന്നെ നമുക്ക് ഭഗവാനിലേക്ക് എത്താൻ സാധിക്കും. വേറെ ഒരു മാർഗവും നമ്മൾ സ്വീകരിക്കേണ്ട കാര്യമില്ല. അതാണ് നമുക്ക് ഭഗവത്ഗീതയിലൂടെ ഭഗവാൻ എടുത്തു പറയുന്നത്. ആ ഭക്തിയോഗത്തെ കുറിച്ചാണ് ഭഗവാൻ കൂടുതൽ നമുക്ക് മനസ്സിലാക്കി തന്നത്. മറ്റു യോഗങ്ങളിലെല്ലാം അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ ഭക്തിയോഗമാണെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന, ഭക്തന്മാർക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും ഭക്തിയോഗത്തിലൂടെ മുന്നേറാനാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഭക്തിയുത ഭഗവത് സേവനമാണ്. ഭജതി എന്ന വാക്ക്, അതായത് നമ്മൾ ഭജിക്കുക, ആരാധിക്കുക, ആ പ്രാർത്ഥിക്കുന്നത് അതിന് നമ്മുടെ ശരീരവും മനസ്സും നമ്മുടെ വാക്കുകളും നമ്മുടെ ഹൃദയവും എല്ലാം ഒരുമിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഭജതി. അതായത് നമ്മൾ വെറുതെ പ്രാർത്ഥിക്കുകയല്ല, നമ്മുടെ ശരീരം മുഴുവൻ ഭഗവാന് സമർപ്പിക്കണം, നമ്മുടെ മനസ്സ് സമർപ്പിക്കണം, നമ്മുടെ വാക്കുകൾ സമർപ്പിക്കണം, നമ്മുടെ ഹൃദയവും ഭഗവാന് സമർപ്പിക്കണം. അതാണ് ഭജതി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൂർണ്ണമായി സമർപ്പണം. എങ്കിൽ മാത്രമേ അവിടെ ആ ഭജതി എന്ന പ്രക്രിയ പൂർണ്ണമാവുകയുള്ളൂ. അതായത് മനസ്സും ശരീരവും ഹൃദയവും എല്ലാം നമ്മൾ പറയുന്ന ആ കീർത്തനം അത് പൂർണ്ണമാകണമെങ്കിൽ, ഭഗവാനിലേക്ക് അത് എത്തണമെങ്കിൽ നമ്മൾ പൂർണ്ണമായി സമർപ്പണം ചെയ്തേ മതിയാകൂ. എങ്കിൽ മാത്രമേ ആ ഭക്തിഗത ഭഗവത് സേവനം ശരിയായ രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അതായത് ഭൗതികതയിൽ നിന്നുള്ള ഡിറ്റാച്ച്മെന്റ് അത് വന്നെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളെല്ലാം നടക്കുകയുള്ളൂ. ഭൗതികതയിൽ നമ്മൾ മുന്നേറിക്കൊണ്ടിരുന്നാൽ ഒരിക്കലും നമുക്ക് ആധ്യാത്മികതയിലേക്ക് മുന്നേറാൻ സാധിക്കുകയില്ല. അതായത് നമ്മുടെ ഗുണങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഗുണങ്ങളിൽ നമ്മൾ പെട്ട് അതിൽ വീണുപോയാൽ ഒരിക്കലും ആ ആധ്യാത്മികമായ പുരോഗതി നമുക്ക് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അതിൽ നിന്നെല്ലാം ഡിറ്റാച്ച്മെന്റ് നമുക്ക് വന്നേ മതിയാകും. ഈ സത്വഗുണം നമ്മൾക്ക് കൂടുതലായി ഉയർന്നു വന്ന് നമ്മൾ വിശുദ്ധ സത്വത്തിലേക്ക് ഉയരണം. അത് ഉയരണമെങ്കിൽ നമ്മിലുള്ള തമോ ഗുണത്തെയും രജോ ഗുണത്തെയും നമ്മൾ മാറ്റി നിർത്തണം. ആ ഗുണങ്ങൾ നമ്മിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ അതിനെ
എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടതെന്ന് നമ്മൾ പൂർണ്ണമായും മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ സത്വഗുണത്തിൽ നിന്ന് വളർന്ന് പടിപടിയായി ഉയർന്ന് നമ്മൾ വിശുദ്ധ സത്വത്തിലേക്ക് ഉയരുകയുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ചവിട്ടുപടി നമുക്ക് കയറി നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ഭക്തിയുത ഭഗവത് സേവനമാണ് ഒരേ ഒരു പ്രക്രിയ. അതായത് മനുഷ്യ സമുദായത്തിന്റെ ഒരേ ഒരു ധർമ്മം എന്ന് പറയുന്നത് ഭക്തിയുത ഭഗവത് സേവനം മാത്രമാണ്. അതല്ലാതെ ഈ ടെമ്പററി ആയ ഈ ലോകത്ത് നമുക്ക് ഒരിക്കലും ഒരു സുഖവും സന്തോഷവും ആത്യന്തികമായി നമുക്ക് കിട്ടുകയില്ല. അതെല്ലാം താൽക്കാലികങ്ങളായ സുഖങ്ങളാണ്, ഒരിക്കലും ശാശ്വതങ്ങളല്ല. അതുകൊണ്ട് തന്നെ അതെല്ലാം മനസ്സിലാക്കി ഭഗവാന്റെ ഭക്തിയുത ഭഗവത് സേവനത്തിലേക്ക് എല്ലാവരും ഉയർന്നു വരണം. അസമ്മൂഢ എന്ന് പറഞ്ഞ വാക്കിന് നമ്മുടെ വൈഷ്ണവാചാര്യനായ വിശ്വനാഥ ചക്രവർത്തി പറഞ്ഞത് അസമ്മൂഢ എന്ന് പറഞ്ഞാൽ വളരെയധികം ബുദ്ധിശക്തിയുള്ള ഒരാൾ. അതായത് ആ ബുദ്ധിശക്തിയുള്ള ആൾക്ക് മാത്രമാണ് ഭഗവാനാണ് പരമ ദിവ്യോത്തമ പുരുഷൻ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതായത് ഭക്തന്മാർക്ക് മാത്രമാണ് ഭഗവാനാണ് പരമ ദിവ്യോത്തമ പുരുഷൻ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മള് ഒരു സർവവിധ ഭജതി, നമ്മള് എല്ലാ വിധത്തിലും നമ്മൾ ആരാധിക്കണം. ഇങ്ങനെ ഇപ്പൊ നമ്മളൊരു മരത്തിന് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ, നമ്മുടെ വേരില് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അത് എല്ലാം ആ വൃക്ഷത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തും. അതേപോലെ നമ്മൾ ഭക്തി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആധ്യാത്മിക പുരോഗതി, എല്ലാ രീതിയിലുള്ള പുരോഗതിയും നമുക്ക് സംഭവിക്കുന്നതാണ്. ഭഗവാനെ ആരാധിക്കുക, നമ്മൾ പൂർണ്ണമായി സമർപ്പണം ചെയ്തുകൊണ്ട് ഭഗവാനെ ആരാധിക്കുക. ഇതാണ് സർവവിധ ഭജതി, സർവഭാവേന കാരത. സർവഭാവന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, നമ്മള് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വാക്കുകൾ കൊണ്ടും ഹൃദയം കൊണ്ടും എല്ലാം, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും വാക്കുകൾ കൊണ്ടും ഹൃദയം കൊണ്ടും പൂർണ്ണമായി സമർപ്പണം ചെയ്തുകൊണ്ട് ആരാധിക്കുക. അതാണ് അഭിധയിൽ വരുന്ന പ്രോസസ്സ്. അതാണ് 19ാം ശ്ലോകത്തില് ഭഗവാൻ വിശദമായി പറഞ്ഞു തരുന്നത്. എന്നെ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ എന്ന് നിസ്സംശയം അറിയുന്നത്, അതായത് യാതൊരു സംശയമില്ല, വിത്തൗട്ട് ഡൗട്ട് എല്ലാം അറിയുന്നവരാണ്, സംശയം ഒട്ടുമില്ല. കാരണം സ്മൃതിയിൽ പറഞ്ഞതാണ്, ഭഗവാനിൽ നിന്ന് കേട്ടതാണ്. അതുകൊണ്ട് അതിലൊരിക്കലും നമുക്കൊരു സംശയത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് അവർ എന്റെ ഭക്തിയുടെ സത്യത്തിൽ പൂർണ്ണമായും ഒഴുകിയിരിക്കുന്നു. അങ്ങനെയുള്ള ഭക്തന്മാരാണ് ഭഗവാന്റെ ഇനി അടുത്ത് പറയാൻ പോകുന്നത്, അടുത്ത ശ്ലോകത്തിൽ പറയാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പ് പഠിച്ചു, അത് കഴിഞ്ഞ് എന്താണ് പ്രോസസ്സ് എന്ന് പഠിച്ചു. ഇനി അതിന്റെ റിസൾട്ട് എന്താണെന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയാൻ പോകുന്നത്. അതായത് സംബന്ധ അഭിധേയ പ്രയോജന. ആ പ്രയോജനം എന്താണെന്നാണ് 20ാം ശ്ലോകത്തില് ഭഗവാൻ പറയാൻ പോകുന്നത്. ഇതി ഗുഹ്യതമം ശാസ്ത്രം ഇദമുക്തം മയാ നഘ ഏതദ് ബുദ്ധ്വാ ബുദ്ധിമാൻ സ്യാത് കൃതകൃത്യശ്ച ഭാരത. ഹേ പാപരഹിത, ഞാൻ ഇപ്പോൾ ഉപദേശിച്ച ഈ ജ്ഞാനം വേദഗ്രന്ഥങ്ങളിലെ അതിരഹസ്യമായ ഭാഗമാണ്. ഇതറിയുന്നവർ ബുദ്ധിശാലികളാവും, അവരുടെ പ്രയത്നങ്ങൾക്ക് പൂർണ്ണത കൈവരും. അതായത് അർജുനന് പറയുന്നത് പാപരഹിത, അനഘ എന്നാണ് അല്ലെ, പാപങ്ങളില്ലാത്തവനെ. അതായത് അർജുനന് കൽമഷങ്ങളെല്ലാം ഭഗവാനിൽ നിന്ന് കേട്ട് ഭഗവാന്റെ എല്ലാ കാര്യങ്ങളും അർജുനൻ മനസ്സിലാക്കി. അങ്ങനെ ഭഗവാൻ അറിയാം അർജുനന് പാപങ്ങളെല്ലാം ഒഴിഞ്ഞു നീങ്ങിയിരിക്കുകയാണ്. അതായത് ഭഗവാന്റെ വാണി കേട്ട് അർജുനൻ എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു, അർജുനന്റെ പാപങ്ങളെല്ലാം മാറി. അതുകൊണ്ട് ഇപ്പോൾ ഉപദേശിച്ച ഈ ജ്ഞാനം വേദങ്ങളെല്ലാം അതിരഹസ്യമായ ജ്ഞാനമാണ് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. ഈ പുരുഷോത്തമ യോഗത്തിൽ പറഞ്ഞ ഈ നമ്മള് ഫസ്റ്റ് ശ്ലോകത്തിൽ പഠിച്ചില്ലേ, ആ ഊർധമൂലമതശാഖം, ആ അശ്വത്ഥത്തെ കുറിച്ച് എങ്ങനെയാണ് പൂർണ്ണമായി മനസ്സിലാക്കുന്നത്, ആ മനസ്സിലാക്കി ആ വൈരാഗ്യം വിരക്തി എന്ന ആയുധം കൊണ്ട് ഛേദിച്ചു കളയണമെന്നാണ് പറയുന്നത് അല്ലെ. അങ്ങനെ നമ്മൾ അഡിറ്റാച്ച്മെന്റ് കൊണ്ട് ആ മരത്തിനെ മുറിച്ച് നമ്മൾ എവിടേക്ക് പ്രവേശിക്കണം, നമ്മള് ഭഗവാന്റെ മുക്തിയുടെ സേവനത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ വിരക്തി എന്ന ആയുധത്തെ ഉപയോഗിച്ച് ആ വൃക്ഷത്തെ ഛേദിച്ചു കളഞ്ഞു. ആധ്യാത്മിക ലോകത്തിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് ഇവിടെ കാണുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ആധ്യാത്മിക ലോകങ്ങളിലേക്ക് ഉയർന്നു പോകണമെങ്കിൽ ആ വൃക്ഷത്തിനെ ഛേദിച്ചു കളഞ്ഞു. അത് വിരക്തിയാവുന്ന ആയുധം കൊണ്ട്, ജ്ഞാനവും വേണം വിരക്തിയും വേണം, എങ്കിൽ മാത്രമേ അതിനെ ഛേദിച്ചു കളയാൻ സാധിക്കുള്ളൂ. ഇതൊക്കെ ആ രഹസ്യമായ ആ ജ്ഞാനം അർജുനന് ഉപദേശിച്ചു കൊടുത്തു. അർജുനൻ പാപരഹിതനാണ്, അതുകൊണ്ട് തന്നെ ഇതെല്ലാം അർജുനന് മനസ്സിലാക്കാൻ കഴിയും. ഇതറിയുന്നവർ ബുദ്ധിശാലികളാവും, അവരുടെ പ്രയത്നങ്ങൾക്ക് പൂർണ്ണത കൈവരും. എന്താണ് പൂർണ്ണത എന്ന് പറയുന്നത്? ഭഗവാനെ കുറിച്ചുള്ള അറിവ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഭഗവാനോടായിരിക്കും ഏറ്റവും പ്രേമം. ആ പ്രേമമാണ് നമ്മൾക്ക് കിട്ടേണ്ട പ്രയോജനം.
കൃഷ്ണപ്രേമം കിട്ടണം. അതാണ് അവസാനമായി പറയുന്ന പ്രയോജനം. സംബന്ധജ്ഞാനത്തിലൂടെ നമ്മൾ റിലേഷൻ ഭഗവാനുമായിട്ടുള്ള ബന്ധം മനസ്സിലാക്കി, അവിധേയയിലൂടെ ചെയ്യേണ്ട പ്രോസസ്സ് എന്താണെന്ന് മനസ്സിലാക്കി. ഇനി നമുക്ക് കിട്ടുന്ന പ്രയോജനം എന്താണ്? ഭഗവാന്റെ ആ പ്രേമം, ഭഗവാനോടുള്ള ആ പ്രേമഭക്തി. അത് നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ഈ ഭക്തിയുത ഭഗവത് സേവനം ഇത്രയ്ക്കും ശുദ്ധമായ രീതിയിൽ ശരിയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ആ കൃഷ്ണപ്രേമം കിട്ടും. പരമകാരുണ്യവാനായ ഭഗവാൻ ഈ ജീവാത്മാക്കളെയെല്ലാം ഭഗവാന്റെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടി ഈ പുരുഷോത്തമ യോഗം എന്ന ഈ അധ്യായത്തിൽ നമുക്ക് ഒരുപാട് മാർഗങ്ങൾ നമുക്ക് ഉപദേശിച്ചു തന്നു. ഇതെല്ലാം ഭഗവാന്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. ഈ പരമകാരുണ്യവാനായ ഭഗവാനോടല്ലാതെ നമുക്ക് ആരോടാണ് പ്രേമം തോന്നേണ്ടത്, അല്ലെ? അപ്പൊ ഓരോ ഭക്തർക്കും അറിയാം ഭഗവാനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടതും ആരാധിക്കേണ്ടതും. അല്ലാതെ ഈ ഭൗതിക ലോകത്തിലുള്ള ഈ നശ്വരമായ ഈ ജീവിതത്തിലെ മറ്റു കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ച് സമയം ചെലവാക്കുന്ന നേരം നമുക്ക് നാമം ജപിച്ച് ആ ഭഗവാന്റെ ഭക്തിയുടെ സേവനം ചെയ്ത് നമ്മുടെ ആത്യന്തിക ലക്ഷ്യമായ ഭഗവാന്റെ ധാമത്തിലേക്ക് എത്തിച്ചേരണമെന്നാണ് എല്ലാ ഭക്തന്മാർക്കും ആഗ്രഹം. അതുകൊണ്ട് എല്ലാവരും ആ ഭക്തിയുത ഭഗവത് സേവനത്തിൽ സദാ മുഴുകിയിരിക്കുക. അതായത് എപ്പോഴും നമ്മുടെ ഉള്ളിൽ ആ ഭക്തി തന്നെ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അതിലൂടെ നമുക്ക് ആ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. വേദഗ്രന്ഥങ്ങളുടെ എല്ലാം സാരസത്തയാണ് ഈ ജ്ഞാനം എന്ന് ഭഗവാൻ വ്യക്തമാക്കുന്നു. കൃഷ്ണൻ ഉപദേശിച്ചതുപോലെ തന്നെ വേണം ഇതിനെ ഉൾക്കൊള്ളുന്നത്. അങ്ങനെ ചെയ്യുന്നവർ ബുദ്ധിമാന്മാരാകും. അവർക്ക് തികഞ്ഞ ആധ്യാത്മിക ജ്ഞാനം ഉദിക്കുകയും ചെയ്യും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പരമപുരുഷന്റെ ഈ തത്വശാസ്ത്രം പഠിച്ചറിഞ്ഞ് ഭഗവത് സേവന നിരതരാകുന്നവർക്ക് ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ ബാധയിൽ നിന്നൊഴിയാം. ആധ്യാത്മികമായൊരു ജ്ഞാനത്തിന്റെ പ്രക്രിയയാണ് ഭക്തിപൂർവമായ ഭഗവത് സേവനം. അത് നടത്തുന്നിടത്ത് ഭൗതിക മാലിന്യം നിലനിൽക്കുകയില്ല. അതായത് ഭഗവത് സേവനം എന്ന് പറയുന്നത് ആധ്യാത്മികമാണ്, ഭഗവാൻ ആധ്യാത്മികമാണ്. അപ്പൊ ഭഗവാനോട് നടത്തുന്ന ഭഗവത് സേവനവും ആധ്യാത്മികമാണ്. അത് നമ്മൾ നടത്തുകയാണെങ്കിൽ നമുക്ക് ഭൗതികമായ ആ പിടുത്തത്തിൽ നിന്ന്, ഭൗതികതയുടെ ആ പിടുത്തത്തിൽ നിന്ന് നമുക്ക് ഒഴിഞ്ഞു നിൽക്കാൻ സാധിക്കും. അതായത് ആധ്യാത്മികത നടക്കുന്നിടത്ത് ഒരിക്കലും ഭൗതികത വളർന്നു വരികയില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഭക്തിയുത ഭഗവത് സേവനം ചെയ്യണം. ആ പ്രക്രിയയാണ് നമ്മളെ ത്രിഗുണങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നത്. ഇത് നടത്തുന്നിടത്ത് ഭൗതിക മാലിന്യം നിലനിൽക്കുകയില്ല. ഭഗവത് സേവനവും ഭഗവാനും ആധ്യാത്മികമായതുകൊണ്ട് ഒന്ന് തന്നെ. ഭഗവാന്റെ അന്തരംഗ ശക്തിയിലാണ് ഭക്തിയുത സേവനം നടക്കുന്നത്. ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നുണ്ട്, കൃഷ്ണ സൂര്യ സമ മായാ ഹയ അന്ധകാർ യാഹം കൃഷ്ണ നാഹ താഹം നാഹി മായാര അധികാർ. അതായത് കൃഷ്ണൻ സൂര്യനെ പോലെയാണ്, മായ അന്ധകാരവും. എവിടെ സൂര്യൻ ഉദിക്കുന്നുവോ അവിടെ അന്ധകാരമില്ല, അല്ലെ? നമുക്കറിയാം സൂര്യപ്രകാശം വന്നാൽ പിന്നെ അവിടെ അന്ധകാരത്തിന് സ്ഥാനമില്ല. ആ അന്ധകാരത്തിന്റെ അധികാരത്തിന് ഇൻഡിപെൻഡന്റ് ആയി നിൽക്കാൻ സാധിക്കില്ല. സൂര്യന്റെ പ്രകാശം വന്നു കഴിഞ്ഞാൽ അന്ധകാരം മാറിപ്പോകും. അതേപോലെയാണ് ഭഗവാൻ സൂര്യനും അജ്ഞാനം ഇരുട്ടുമാണ്. നമ്മുടെ അന്ധകാരം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അജ്ഞാനം, നമ്മുടെ മനസ്സിലുള്ള അജ്ഞാനത്തെയാണ് അന്ധകാരമായിട്ട് പറയുന്നത്. സൂര്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണോ അന്ധകാരം നീങ്ങി പോകുന്നത്, അതുപോലെ നമുക്ക് ഭഗവാനോടുള്ള ഭക്തി നമുക്ക് വളർന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള അജ്ഞാനം എല്ലാം മാറിപ്പോകും. സൂര്യൻ ഉള്ളിടത്ത് ഇരുട്ടിന്റെ പ്രശ്നം ഉദിക്കുന്നില്ല. വിശ്വാസനായ ഒരു ആധ്യാത്മിക ഗുരുവിന്റെ ശരിയായ നേതൃത്വത്തിൽ ഭഗവത് സേവനം നടക്കുമ്പോൾ അജ്ഞാനത്തിന്റെ പ്രശ്നവും ഉദിക്കുന്നില്ല. അതായത് നമ്മള് ഭഗവത്ഗീത പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരുപാട് നമ്മുടെ ഉള്ളില് അജ്ഞാനം ഉണ്ടായിരുന്നു. എന്താണ് ശരിയായ ജ്ഞാനം, ഏതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നുള്ള തെറ്റിദ്ധാരണകളും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ശാസ്ത്രം പഠിച്ചു വരുമ്പോൾ നമുക്ക് ശരിയായ ജ്ഞാനം നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു വരും. അപ്പൊ നമുക്ക് മറ്റെല്ലാം അകറ്റി നിർത്താൻ നമുക്ക് സാധിക്കും. അതായത് ഏതാണ് ശരിയെന്ന ജ്ഞാനം നമ്മുടെ ഉള്ളിൽ ഉദിക്കുമ്പോൾ നമുക്ക് ആ തെറ്റായതിനെ നമുക്ക് മാറ്റി നിർത്താനുള്ള ആ ബുദ്ധിശക്തി അത് ഭഗവാൻ തന്നെയാണ് നമുക്ക് തരുന്നത്. അതും ഭഗവാൻ പറയുന്നുണ്ട്, അല്ലെ? േഷാമേവാനുകമ്പാർത്ഥം അഹം അജ്ഞാന ജന്തമ േഷാമേവാനുകമ്പാർത്ഥം അഹം അജ്ഞാന ജന്തമ നശയാമി ആത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭാസ്വത. അത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, അല്ലെ? നമുക്കുള്ളിലുള്ള ആ അന്ധകാരത്തെ ഭഗവാൻ തന്നെയാണ് മാറ്റി അവിടെ നമുക്ക് ദീപം തെളിയിച്ചു തരുന്നത്. അത് എങ്ങനെയാണ് തരുന്നത്? നമ്മൾ ഭഗവാനോടുള്ള ഭക്തി, നമ്മൾ ഭഗവാനോട് ഭക്തി ചെയ്യുന്നുവോ അപ്പോൾ നമ്മൾ ഭഗവാൻ തന്നെ നമുക്ക് ആ അജ്ഞാനത്തെ നീക്കി ജ്ഞാനത്തിന്റെ ദീപം തെളിയിക്കും. അപ്പോഴാണ് നമുക്ക് ആ അജ്ഞാനം നീങ്ങി നമുക്ക് ജ്ഞാനത്തിന്റെ ദീപം നമ്മിൽ പ്രകാശിക്കുന്നത്. ബുദ്ധിമാനും വിശുദ്ധനുമാവാനായി ഏതൊരാളും കൃഷ്ണാബോധം ഉൾക്കൊള്ളുകയും ഭഗവത് സേവനം അനുഷ്ഠിക്കുകയും വേണം. കൃഷ്ണനെ മനസ്സിലാക്കി ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടാത്തിടത്തോളം കാലം
സാമാന്യ ദൃഷ്ട്യാ ബുദ്ധിമാനായിരുന്നാലും അയാളെ ആ നിലയ്ക്ക് അംഗീകരിക്കാൻ വയ്യ. അതായത് മെറ്റീരിയൽ ഇന്റലിജൻസ് കൊണ്ട് നമ്മൾ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തി ഒരുപാട് വസ്തുക്കൾ നമ്മൾ സൃഷ്ടിക്കും. പക്ഷെ ഇപ്പോ മൊബൈൽ ഫോൺ അത് കണ്ടുപിടിക്കുന്നു. പക്ഷെ ആ കണ്ടുപിടിക്കാനുള്ള ബുദ്ധി ഭഗവാനാണ് തരുന്നതെന്നുള്ള അറിവ് ആ വ്യക്തിക്കില്ല. അതുകൊണ്ട് അയാളെ മൂഢൻ എന്ന് തന്നെ വിളിക്കാം എന്നാണ് നമ്മുടെ വിശ്വനാഥ ചക്രവർത്തി പറയുന്നത്. അതായത് ആ മെറ്റീരിയൽ ഇന്റലിജൻസിന്റെ ആ അറിവ് പക്ഷെ അയാൾക്ക് ആധ്യാത്മികമായ ജ്ഞാനമില്ല. ഭഗവാനാണ് ആ ബുദ്ധി തരുന്നതെന്നുള്ള ജ്ഞാനമില്ല. ആധ്യാത്മിക ജ്ഞാനമാണ് ശരിയായ ബുദ്ധി. അതായത് ഭക്തന്മാർക്കാണ് ശരിയായ ഇന്റലിജൻസ് ഉള്ളത്. അതല്ലാതെ ഈ മെറ്റീരിയൽ ഇന്റലിജൻസ് ഒരുപാട് ഉണ്ടായിട്ട് യാതൊരു കാര്യമില്ല. അവര് ഈ ഭൗതിക ജീവിതത്തിലെ ഈ ഉരാക്കുടുക്കിൽ അതായത് ജന്മമൃത്യു ജരാവ്യാധി ഈ സൈക്കിളിൽ തന്നെ പെട്ടുകൊണ്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. എന്നാൽ ആധ്യാത്മിക ജ്ഞാനം നേടിയ ആ ഭക്തനാകട്ടെ ഈ മനുഷ്യജന്മത്തിൽ തന്നെ ഭഗവാന്റെ നാമത്തിലേക്ക് എത്തി ഭഗവാന് സേവ ചെയ്യാൻ ആ ഭക്തന് സാധിക്കുന്നു. എന്നാൽ മെറ്റീരിയൽ ഇന്റലിജൻസ് വളരെ ഉയർന്ന് താനാണ് ഏറ്റവും ബുദ്ധിശാലി, തനിക്കാണ് എല്ലാ കഴിവുകളും ഉള്ളത്, താനാണ് ഇതൊക്കെ ചെയ്തത് എന്നുള്ളൊരു അഹംഭാവം അത് കൊണ്ടു നടക്കുന്ന ആ വ്യക്തിക്ക് ഒരിക്കലും ഭഗവാനെ കുറിച്ച് അറിയാനോ എന്താണ് പരമമായ ലക്ഷ്യമെന്ന് അറിയാനോ ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് അയാള് മൂഢൻ തന്നെ എന്ന് പറയാം. ഇവിടെ അർജുനനെ കൃഷ്ണൻ അനഘ എന്നാണ് സംബോധന ചെയ്യുന്നത്. പാപമില്ലാത്തവൻ എന്നാണ് ഇതിന്റെ അർത്ഥം. എല്ലാ പാപപ്രതികരണങ്ങളിൽ നിന്നും വിമുക്തനായി കഴിയാതെ ഒരാൾക്ക് കൃഷ്ണനെ ശരിക്കും അറിയാൻ സാധ്യമല്ലെന്നാണ് ഇതുകൊണ്ട് ധനിപ്പിക്കുന്നത്. എല്ലാത്തരം മാലിന്യങ്ങളിൽ നിന്നും എല്ലാ പാപകർമ്മങ്ങളിൽ നിന്നും മുക്തനായിട്ട് വേണം കൃഷ്ണനെ തികച്ചും അറിയാം. എങ്കിലും ഒരിക്കൽ ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടാൽ മനുഷ്യൻ സ്വാഭാവികമായി പാപരഹിതന്റെ നിലയിൽ എത്തിച്ചേരും. അത്രമേൽ വിശുദ്ധവും വൈഭവമാർന്നതും എത്രയും ഭക്തിയുടെ സേവനം. അതായത് നമ്മൾ ഈ ജന്മത്തിലും കഴിഞ്ഞ ജന്മത്തിലും എത്രയൊക്കെ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ ഭക്തിയുടെ സേവനം ചെയ്യുമ്പോൾ ആ ചെയ്ത പാപങ്ങളെല്ലാം മാറാനുള്ള വൈഭവം, അത്രമേൽ വിശുദ്ധവും വൈഭവമാർന്നതും എത്രയും ഭക്തിയുടെ സേവനം. അതായത് നമുക്ക് പ്രഭാതർ പകർന്നു നൽകിയ ഈ വിശിഷ്ടമായ ഈ ജ്ഞാനം, അതായത് കൃഷ്ണാബോധം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും ഇതിൽ നിന്നെല്ലാം ഈ പാപപ്രതികരണങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മുക്തി നേടാൻ സാധിക്കും. അതായത് നമ്മുടെ ഹരേ കൃഷ്ണ മഹാജപം ഒന്നുകൊണ്ട് തന്നെ നമ്മൾ ചെയ്ത ഈ പാപങ്ങളെല്ലാം തീർത്ത് ആ ജീവാത്മാവിനെ ഭഗവാന്റെ നാമത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും. അത്രയ്ക്കും വൈശിഷ്ട്യമാർന്നതാണ് നമ്മുടെ ഈ കൃഷ്ണബോധത്തിൽ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും. അനുഷ്ഠിക്കേണ്ട ഡൂസ് ആൻഡ് ഡോൺസ് നമുക്ക് പ്രഭുപാദർ പറഞ്ഞു തന്നിട്ടുണ്ട്. അതെല്ലാം നമ്മൾ പാലിച്ചു പോരുക. എങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായി നമ്മുടെ ഈ ഭൗതിക കൽമഷങ്ങളിൽ നിന്നും മാറി ഭക്തിയുടെ ഭഗവത് സേവനം ശരിയായ രീതിയിൽ ചെയ്യാൻ സാധിക്കുക. എല്ലാവർക്കും അറിയാം. അതെല്ലാം അനുഷ്ഠിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നേറാൻ സാധിക്കുകയുള്ളൂ. തികഞ്ഞ ബോധത്തോടെ വിശുദ്ധ ഭക്തന്മാരോടൊപ്പം ഭക്തിയുടെ ഭഗവത് സേവനം അനുഷ്ഠിക്കുമ്പോൾ പാടെ വർജിക്കേണ്ടുന്ന ചില കൃത്യങ്ങളുണ്ട്. അതായത് നമ്മൾ കൃഷ്ണാബോധത്തോടെ നമ്മുടെ ഭക്തിയുത ഭഗവത് സേവനം നടത്തുമ്പോൾ നമ്മൾ ഭക്തന്മാരുടെ കൂടെ, അതായത് സത്സംഗത്തിൽ കൂടെ ഭക്തിയുത ഭഗവത് സേവനം അനുഷ്ഠിക്കുമ്പോൾ അവിടെ വർജിക്കേണ്ട ചില കൃത്യങ്ങളുണ്ട്. ഇവയിൽ സുപ്രധാനമായത് ഹൃദയ ദൗർബല്യമാണ്. അതായത് നമുക്ക് ഡിസയറുണ്ട് അല്ലെ, നമുക്ക് അത് വേണം ഇത് വേണം, അങ്ങനെ ഭൗതിക ജീവിതത്തില് ഒരുപാട് കാര്യങ്ങളോട് നമുക്ക് അറ്റാച്ച്മെന്റ് വരും. അതൊക്കെ നമ്മൾ മാറ്റി നിർത്തണം. ഭൗതിക പ്രകൃതിയെ കീഴടക്കണമെന്ന ആഗ്രഹമാണ് മനുഷ്യന്റെ അധപതനത്തിന് ആദ്യത്തെ കാരണം. അതാണ് ഡിസയർ, മെറ്റീരിയൽ ഡിസയർ. അത് നമ്മൾ പാടെ ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മുന്നേറാൻ സാധിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് അധപതനമാണ് ഉണ്ടാവുക. അത് ദിവ്യ പ്രേമ ഭഗവത് സേവന രീതിയെ നശിപ്പിക്കുന്നു. ഭൗതിക പ്രകൃതിയെ കീഴടക്കാനുള്ള വാസന വളരുന്നതോടൊപ്പം ഭൗതിക പദാർത്ഥങ്ങളിലുള്ള ആസക്തിയും അത് നേടാനുള്ള മനോഭാവവും കൂടുന്നു എന്നതാണ് രണ്ടാമത്തെ മനോദൗർബല്യം. അതായത് നമുക്ക് അങ്ങനെ ഒരു ഡിസയർ വരുമ്പോൾ നമുക്ക് അത് നേടാനുള്ള ആഗ്രഹം, അത് നമ്മൾ അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആ മനോഭാവവും മാറ്റണം. അതാണ് രണ്ടാമത്തെ മനോദൗർബല്യം. ഈ രണ്ട് നമ്മുടെ ഡിസയറും നമുക്കത് നേടാനുള്ള ആസക്തി, അത് വേണം എന്നുള്ള ആഗ്രഹം, അത് മാറ്റി നിർത്തണം. ഈ ദൗർബല്യങ്ങളിൽ നിന്ന് തന്നെ ഭൗതിക ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം ഉളവാകുന്നത്. ഈ അധ്യായത്തിലെ ആദ്യ 5 ശ്ലോകങ്ങൾ 5 ഇവയിൽ നിന്നും സ്വയം മുക്തി നേടാനുള്ള പ്രക്രിയയെ വിവരിക്കുന്നു. 6-ാം ശ്ലോകം മുതൽക്കുള്ളവ പുരുഷോത്തമ യോഗത്തെ പ്രതിപാദിക്കുകയാണ്. അതായത് ഈ പുരുഷോത്തമ യോഗത്തിൽ ഭഗവാൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം പൂർണ്ണമായി മനസ്സിലാക്കി ഈ സംബന്ധ ജ്ഞാനം, അഭിധേയ ജ്ഞാനം, പ്രയോജനം, ഇത് ഈ അവസാനം ഭഗവാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. ഇത് മൂന്നും മനസ്സിലാക്കി നമ്മൾ ഭക്തിയുത ഭഗവത് സേവനം ചെയ്യേണ്ട കാര്യം നമ്മൾ ഭക്തിയുത ഭഗവത് സേവനം മാത്രമാണ്. അതല്ലാതെ ഭൗതിക ലോകത്തിൽ പല പല പ്രശ്നങ്ങളും പല പല കാര്യങ്ങളും ഉണ്ടാവും. അതെല്ലാം നമ്മൾ ഇടപെടാതെ നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം ഭക്തിയുത ഭഗവത് സേവനം. അതായത് കൃഷ്ണാബോധം ഉൾക്കൊണ്ടുകൊണ്ട് അതില് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി
നമ്മുടെ ആധ്യാത്മിക ആചാര്യന്റെയും നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഇതെല്ലാം മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകുക. ഇതാണ് ഓരോ ജീവാത്മാവും ചെയ്യേണ്ട ഒരു കാര്യം. നമ്മൾ ഭക്തിയുത ഭഗവത് സേവനം ചെയ്യുമ്പോൾ നമ്മൾ സത്സംഗങ്ങളിൽ പോകാറുണ്ട്. നമ്മൾ ഭഗവാനെ കാണാൻ പോകുമ്പോൾ ഒരിക്കലും നമ്മൾ വെറുകൈയോടെ പോകാണ്ടിരിക്കുക. അതായത് നമ്മൾ നമ്മുടെ റിലേറ്റീവ്സിന്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ നമ്മൾ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നമ്മൾ കൊണ്ടുപോകാൻ ശ്രമിക്കും. എന്നാൽ ഒരു ഭക്തൻ ചെയ്യേണ്ടത് എന്താണ്? ഭഗവാനെ കാണാൻ പോകുമ്പോൾ ഭഗവാനെ സന്തോഷിപ്പിക്കാനാണ് നമ്മൾ പോകുന്നത് അല്ലെ. അപ്പോൾ ഒരിക്കലും ഭഗവാനെ നിരാശരാക്കാതെ, അതായത് ഭക്തന്മാർ ചെല്ലുന്നത് ഭഗവാനെ ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് അല്ലെ. അപ്പൊ ഭഗവാനെ സന്തോഷിപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കയ്യിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി, നമ്മുടെ വീട്ടിലെ അവസ്ഥ ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് എന്താണ് ഭഗവാന് സമർപ്പിക്കാൻ സാധിക്കാം? ഒരു ഭക്തന് ഭഗവാന് സമർപ്പിക്കാൻ സാധിക്കുന്നത് എന്താണ്? അതായത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പൂക്കളാകാം, പച്ചക്കറികളാകാം, പഴങ്ങളാകാം, എന്തോ ആകട്ടെ. ഭഗവാൻ ഏറ്റവും ഇഷ്ടം തുളസിയാകാം. അതിന് പൈസ ചെലവൊന്നും ഇല്ലാത്ത കാര്യമാണ്. നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന തുളസിയാകാം. ഇതൊക്കെ ഭഗവാന് സമർപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഭഗവാനെ കാണാൻ നമ്മൾ പോകുമ്പോൾ എന്തെങ്കിലും നമ്മൾ കയ്യിൽ കരുതുക, ഭഗവാനെ സന്തോഷിപ്പിക്കാൻ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, പത്രം പുഷ്പം ഫലം തോയം വ്യോമേ ഭക്തിയ പ്രയച്ഛതി ദഹം ഭക്തി ബഹൃത വശനാമി പ്രേതാത്മന. അതായത് ഭഗവാനെ നമ്മൾ ഭക്തിയാണ് ഭഗവാൻ കാണുന്നത്. നമ്മൾ കൊടുക്കുന്ന സാധനത്തിന്റെ വിലയല്ല. അതായത് നമ്മൾ രത്നങ്ങളോ പവിഴോ അത്രയും വലിയ വെളുപ്പുള്ള സാധനങ്ങളൊന്നും ഭഗവാൻ പറയുന്നില്ല. നിസ്സാരം. അത് നമുക്ക് സാധിക്കണം. നമ്മൾ സത്സംഗത്തിന് പോകുമ്പോൾ ഭഗവാൻ അത് സമർപ്പിക്കാൻ ശ്രമിക്കണം. നമ്മളൊരു കഥ കേട്ടിട്ടുണ്ടല്ലോ, ഒരു കുന്നിക്കുരുവിന്റെ കഥ. ആന ഇടഞ്ഞത്, അതായത് ആ ആന ഭഗവാന്റെ ഭക്തനായ ആ വൃദ്ധയെ കൊണ്ടുകൊടുത്ത ആ കുന്നിക്കുരു ആന ചവിട്ടി. അത് ഭഗവാന് സഹിച്ചില്ല. അപ്പൊ അത്രയ്ക്കും കാരുണ്യവാനായ ഭഗവാൻ, ആ കുന്നിക്കുരുവിന്റെ വില പോലും എത്രയോ വലുതാണ് അല്ലെ. അത് നമുക്ക് അതിലൂടെ മനസ്സിലാക്കാം ഭഗവാന്റെ ആ കാരുണ്യം. ഭഗവാൻ എപ്പോഴും ആ ഭക്തന്റെ ഉള്ളിലെ ഭക്തിയാണ് നോക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഭഗവാനെ കാണാൻ ചെല്ലുമ്പോൾ തന്നാലായത് എന്താണ് അത് സമർപ്പിക്കുക. നമ്മൾ എന്ത് കൊണ്ടു കൊടുത്താലും ഭഗവാൻ അത് സന്തോഷത്തോടെ സ്വീകരിക്കും. അത് മാത്രമല്ല, നമ്മൾ സത്സംഗത്തിൽ അത് കൊണ്ടു ചെല്ലുമ്പോൾ അത് അവിടെ കൂടിയിട്ടുള്ള എല്ലാ വൈഷ്ണവ ഭക്തന്മാർക്കും അവർക്കും അത് ആസ്വദിക്കാൻ കഴിയും. അതായത് പച്ചക്കറികളോ പഴങ്ങളോ ഒക്കെ ആണെങ്കിൽ അതെല്ലാം നമ്മൾ ആ വൈഷ്ണവര്, ആ ഭക്തന്മാരോടൊപ്പം നമുക്കത് ഭഗവാന്റെ പ്രസാദമായി നമുക്ക് കഴിക്കാൻ സാധിക്കും. അത് മാത്രമല്ല, നമ്മൾ വെച്ച് പിടിച്ചിട്ടുള്ള എല്ലാ ജീവജാലങ്ങളിലും ഭഗവാൻ പരമാത്മ സ്വരൂപനായിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുള്ള ചെടികളാവട്ടെ, വൃക്ഷങ്ങളാവട്ടെ, ഫലമൂലാദികളാവട്ടെ, ഇവർക്കൊക്കെ ഭഗവാന്റെ അനുഗ്രഹം നമ്മിലൂടെയാണ് കിട്ടുന്നത് അല്ലെ. അപ്പൊ അവർക്കും ആ അനുഗ്രഹം കിട്ടും. അവര് വീണ്ടും നമുക്ക് ധാരാളം ഫലങ്ങൾ നമുക്ക് തരുന്നുകൊണ്ടിരിക്കും. വൃന്ദാവനത്തിലെ ഭഗവാന്റെ ലീലയിൽ ഒരു കാര്യം കൂടി പറയട്ടെ. ഭഗവാനും രാധാറാണിയും, ഭഗവാന് ഇഷ്ടംപോലെ പൂക്കളുണ്ട് അല്ലെ വൃന്ദാവനത്തില്. അപ്പൊ അതെല്ലാം ഭഗവാന് സമർപ്പിക്കും. പക്ഷേ ഒരു പൂവ് മാത്രം അതിന് സുഗന്ധവുമില്ല, കാണാനും ഭംഗിയില്ല. അതുകൊണ്ട് അതിനെ ആരും ഭഗവാന് സമർപ്പിക്കുന്നില്ല. അപ്പൊ ആ പൂവിന് ഭയങ്കര സങ്കടമായി. തന്നെ ഭഗവാന്റെ പാദത്തിലേക്ക് ആരും കൊണ്ടുപോകുന്നില്ല. ആ പൂവിന്റെ സങ്കടം രാധാറാണി മനസ്സിലാക്കി. ഒരു ദിവസം രാധാറാണിയും ഭഗവാനും കൂടി വൃന്ദാവനത്തിൽ നടന്നു പോകുമ്പോൾ രാധാറാണി ഭഗവാനോട് പറയുകയാണ്, വൃന്ദാവനത്തിൽ ഒരു വിശിഷ്ടമായൊരു പൂവുണ്ട്. അപ്പൊ ഭഗവാൻ പറയും, ഞാനത് കണ്ടിട്ടില്ലല്ലോ. അപ്പൊ ഈ പൂവ് എന്താണ് ചെയ്യാൻ നിൽക്കുന്നത്? പൂവിനെ ആരും ഭഗവാന്റെ പാദത്തിലേക്ക് എത്തിക്കുന്നില്ല. അപ്പൊ പൂവ് മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്, ഭഗവാൻ ഇതിലൂടെ നടന്നു പോകുമ്പോൾ ഞാൻ തനിയെ ആ ഭഗവാന്റെ പാദത്തിലേക്ക് വീഴും. അങ്ങനെ വിചാരിച്ച് ആ പൂവ് താഴെ വീഴാനായിട്ട് ഭഗവാൻ പാദം വെക്കുന്നത് നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് രാധാറാണി ഭഗവാനെ തടയും. എന്നിട്ട് പറയും, ആ വിശിഷ്ടമായ പൂവ് ഇതാണെന്ന് പറഞ്ഞ് അത് പൂവെടുത്ത് ഭഗവാന്റെ കയ്യിൽ കൊടുക്കും. അപ്പൊ ഭഗവാൻ അത് നോക്കിയിട്ട്, ആണോ ഇത്ര വിശിഷ്ടമായ പൂവാണോ എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ സ്വന്തം ശിരസിൽ അണിയും. അപ്പൊ ആ ഭഗവാന്റെ ആ കാരുണ്യം ആ പൂവിന് എത്തിയത് എങ്ങനെയാണെന്ന് നോക്കും. ഭഗവാന്റെ പാദത്തിൽ എത്തിക്കേണ്ട പൂവ് ഇവിടെ എത്തി, ഭഗവാന്റെ ശിരസിലെത്തി. അതാണ് രാധാറാണിയുടെ കാരുണ്യം. ഭഗവാൻ അതെല്ലാം ലീലയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് അല്ലെ. ആ പൂവിന്റെ ഭക്തി ഇത് ഭഗവാൻ മനസ്സിലാക്കി. അത് ഭഗവാന്റെ ഒരു ലീലയിലൂടെ ഭഗവാൻ രാധാറാണിയിലൂടെ അത് ഭഗവാന്റെ ശിരസിലേക്ക് എത്തിച്ചു. അതാണ് പറയുന്നത്, ഒരു നിസ്സാരം, നമ്മൾ നിസ്സാരമായി കാണുന്ന പല വസ്തുക്കളും ഭഗവാന് അത്രയ്ക്കും പ്രിയപ്പെട്ടതാണ്. ഭഗവാൻ നമ്മുടെ ഭക്തിയാണ് നോക്കുന്നത്. എല്ലാവരും അത് മനസ്സിലാക്കുക. ഭക്തിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം ഭഗവാന്റെ
ആ ഗോലോക വൃന്ദാവനം അവിടേക്ക് എത്തണമെങ്കിൽ നമുക്കുള്ള മാർഗം, ഒരേ ഒരു മാർഗം ഭക്തിയാണ് ഭഗവാനിലേക്ക് എത്താനുള്ള മാർഗം. അതെല്ലാവരും പൂർണ്ണമായി മനസ്സിലാക്കുക. ഈ പുരുഷോത്തമ യോഗം എന്ന ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഇതിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഓരോ ഭക്തന്മാർക്കും വിലപ്പെട്ട സമ്പത്താണ്. ഈ ഭഗവത്ഗീത എന്ന ഒരു ശാസ്ത്രം നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പിന്നെ വേറെ ഒരു ശാസ്ത്രങ്ങളും നമ്മൾ പഠിക്കേണ്ട കാര്യം തന്നെയില്ല. അത് ഇതിലൂടെ നമുക്ക് എല്ലാം മനസ്സിലാക്കുക. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഈ 2 ശ്ലോകങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. എല്ലാവരും ഇത് മനസ്സിലാക്കി പോകാൻ ശ്രമിക്കുക. നമ്മുടെ മഹാമന്ത്രം ജപിച്ചുകൊണ്ട് എല്ലാവർക്കും ഭഗവാന്റെ ധാമത്തിലേക്ക് എത്താൻ സാധിക്കട്ടെ. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. ഹരേ കൃഷ്ണ ഗുരുജി. ഹരേ കൃഷ്ണ. ദിബോ റൈറ്റ്. ഹരേ കൃഷ്ണ മാതാജി. നന്നായിരുന്നു, കഥ നന്നായിരുന്നു. പിന്നെ മാതാജിക്ക് നല്ല രീതിയിൽ സംബന്ധജ്ഞാന, പ്രയോജനജ്ഞാന, അവിധേയജ്ഞാനൊക്കെ നല്ല രീതിയിൽ ഏതെല്ലാം ശ്ലോകങ്ങളിലാണ് അത് മനസ്സിലാക്കിയിട്ട് തന്നെ മാതാജിക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. മാതാജി വളരെ നന്നായിട്ട് മുന്നോട്ട് പോട്ടെ. നന്നായി ഉണ്ട് മാതാജി. ഭഗവാന്റെ അനുഗ്രഹം മാതാജി. ഹരേ കൃഷ്ണ. വേറെ ഒന്നുമില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കഴിഞ്ഞ ശ്ലോകത്തില് ഉത്തമ പുരുഷസ്ത്വന്യ പരമാത്മേതി ഉദാഹൃത. ആ ശ്ലോകത്തില് യോ എന്തുകൊണ്ടാണ് പരപുരുഷനായിട്ട് കണക്കാക്കുന്നത് എന്ന അടുത്ത സെന്റൻസിൽ പറയുന്നുണ്ട്. യോ ലോകത്രയം ആവിശ്യ നിവർത്തി അവ്യയ ഈശ്വര. 3 ലോകങ്ങളിലും പൂകിക്കൊണ്ട് സകലതിനെയും പിന്താങ്ങി അതിനെ നിലനിർത്തുന്നത് ഭഗവാനാണ്. അപ്പോൾ 2 പുരുഷന്മാരെ പറ്റി മുമ്പ് പറഞ്ഞു. ക്ഷരാക്ഷര. ക്ഷര ഈ ലോകത്തിലുള്ള വാക്കാണ്. പക്ഷെ അതിന് ഒരിക്കലും ഈ ഒരു പ്രവൃത്തി, ഭഗവാൻ ചെയ്യുന്ന പ്രവൃത്തി 3 ലോകങ്ങളെ താങ്ങി നിൽക്കാനും ഉള്ള ഒരു ശേഷി ക്ഷരമായിരിക്കാനുള്ള, എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഈ ജീവാത്മാവിന് ഒരിക്കലും ഇല്ല. അക്ഷരനായിരിക്കുന്ന ജീവാത്മാവ് ഭൗതിക ലോകത്തിൽ വരുന്നുമില്ല. അത് ആത്മീയ ലോകത്തിലാണ്. അതുകൊണ്ട് ഇവിടെ ഭൗതിക ലോകത്തിൽ ഇതിനെ പിടിച്ചു നിർത്തുന്നത്, നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ നിലനിർത്തുന്നത് ഈ പരമപുരുഷനാണ്. അതുകൊണ്ടാണ് ഈ പരമപുരുഷനെ പരമാത്മാവെന്ന് പറയുന്നത്. പിന്നെ കഴിഞ്ഞ ശ്ലോകത്തിലെ ലോകേ വേദേച്ച എന്ന് പറഞ്ഞു. ലോകേ വേദേച്ച മാതാജി വേദങ്ങൾ കറക്റ്റ് പറഞ്ഞു. ശ്രുതിയാണ്. വേദ എന്ന് പറഞ്ഞാൽ, ലോക എന്ന് പറഞ്ഞാൽ സ്മൃതിയാണ്. അത് ശ്രുതിയോട് ഒപ്പം തന്നെ പ്രാധാന്യം ഇല്ല എന്ന നിലയിൽ പറയുന്നു. പക്ഷേ അത് ശ്രുതി എന്ന് പറയുമ്പോൾ എന്താ, ശ്രുതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രിൻസിപ്പിൾസ്, ഈശ്വരനെ കുറിച്ച്, പ്രകൃതിയെക്കുറിച്ച്, ജീവാത്മാവിനെ കുറിച്ച്, അങ്ങനെ പല സബ്ജക്ട്സ് ഉണ്ട് അതിൽ. അതിനെക്കുറിച്ചിട്ടുള്ള ശരിയായ ജ്ഞാനം, പ്രിൻസിപ്പിൾസ് പറഞ്ഞു തരുന്നതാണ് ശ്രുതി എന്ന് പറയുന്നത്. സ്മൃതി എന്ന് പറയുന്നത് ഈ ജ്ഞാനം ഉൾക്കൊണ്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആൾക്കാരും അതിന് വിപരീതമായി പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ പ്രവൃത്തികൾ അതിനെ റെക്കോർഡ് ചെയ്യുന്ന, ആ റെക്കോർഡിങ് തന്നെയാണ് നമുക്ക് പുരാണാസ് എന്നത്. ആ പുരാണം നമ്മൾ ഒരു ഒബ്ജക്ഷൻ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ശ്രുതി എന്നുള്ളത് എറ്റേണലാണ്, ശാശ്വതമാണ്. സ്മൃതി എന്നുള്ളത് താൽക്കാലികമാണ് എന്ന് പറയും. ഇത് താൽക്കാലിക വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ രാജാക്കന്മാർ ശരിയാണ്, ഈ പറഞ്ഞ അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന ആൾക്കാരെല്ലാം ശാശ്വതമായിട്ട് നിലനിൽക്കുന്നില്ല, അവർ പോകുന്നുണ്ട്. പക്ഷേ അവര് ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ ശ്രുതിയുടെ മൂല്യങ്ങളാണ്. അതിനെ എതിർക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് എന്താ, ശ്രുതിയെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള നോളജ് നമുക്ക് കിട്ടും. അതാണ് സ്മൃതിയുടെ പ്രാധാന്യം. അതുകൊണ്ട് തുല്യ പ്രാധാന്യം തന്നെയാണ് ശങ്കരാചാര്യരും മധ്വാചാര്യരും നമ്മുടെ ആചാര്യന്മാരെല്ലാം കൊടുക്കുന്നതാണ്. ചില എക്സാമ്പിൾ പറയും, ലോ ബുക്ക് ആൻഡ് ലോ ജേണൽ എന്ന് പറയും. ലോ ബുക്ക് നമുക്കറിയാം, ഇതെല്ലാം പ്രോസസ്, എല്ലാ നിയമങ്ങളും ക്രോഡീകരിച്ച് വെച്ചിട്ടുള്ളതാണ് ഈ നിയമ പുസ്തകം എന്ന് പറയുന്നത്, ലോ ബുക്ക്. അതേസമയത്ത് ലോ ജേണൽ എന്ന് പറയുമ്പോൾ ഇതിനനുസരിച്ച് വിവിധ കോടതികളിൽ വരുന്ന ജഡ്ജ്മെൻറ്റ്സ്, ഈ ജഡ്ജ്മെൻറ്റ്സ്
ക്രോഡീകരിച്ചിട്ടുള്ള ഓരോ ഇടയ്ക്കിടയ്ക്ക് ഇറക്കുന്ന അല്ലെങ്കിൽ മാസത്തിലോ അല്ലെങ്കിൽ ഇറക്കുന്ന ബുക്കാണ് ലോ ജേണൽ എന്ന് പറയുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് ഈ ലോ ജേണൽ വെച്ചിട്ട് പല കേസസ് ഉണ്ടാവും. ആ കേസസിൻ്റെ അടിസ്ഥാനം എന്താണ് നിർണ്ണയിക്കുന്നത് എന്താണ്? ഈ ലോ ബുക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. ലോ എന്താണോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജഡ്ജ്മെന്റ് വരുന്നത്. അപ്പോൾ ലോ ജേണൽ എന്ന് പറയുമ്പോൾ അതൊരു ഇതിൻ്റെ ബുക്കാണ്, ഓരോ കേസിൻ്റെ ബുക്കാണ്. അതനുസരിച്ച് നമുക്ക് ലോ ബുക്ക് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് രണ്ടും തുല്യപ്രധാനമായിട്ട് കണക്കാക്കുന്നുണ്ട്. പിന്നെ ഈ ശ്ലോകത്തില് ഭജതി എന്ന വാക്കിനെ പറ്റി പറയുന്നുണ്ട്. അടുത്ത 19 ശ്ലോകത്തില് സസർവിത് ഭജതി മാം സർവഭാവേന ഭാരത. ആ ഭജതി എന്ന വാക്കിന് സേവ എന്നാണ് ഗരുഡപുരാണത്തിൽ പറയുന്നത്. ഭജ ഇതി ഏഷ വേ ധാതു സേവായം പരികീർത്തിത. ഭജതി എന്ന വാക്ക് റൂട്ട് അതിൻ്റെ ബുദ്ധിയുള്ള ആൾക്കാര് പറഞ്ഞ എന്താണ്? സേവായം, സേവയായിട്ട് കണക്കുന്നത്. തസ്മാത് സേവ ബുദ്ധേഹി പ്രോക്ത ഭക്തി ശബ്ദേന ഭൂയസി. അതുകൊണ്ട് ഭക്തി എന്നുള്ളത് വാക്ക് കൊണ്ട് സേവയെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഭജ എന്നുള്ളത് 6-ാം അധ്യായത്തിലെ 47-ാം ശ്ലോകത്തില് ആ ശ്ലോകം പറയുന്നത് യുഗിനാമപി സർവേഷാം മദ്ഗതേനാന്തര ശ്രദ്ധാവാൻ ഭജതേയോ മാം. ആര് ശിലബോധ ശ്രദ്ധ ഭജ എന്നൊക്കെ വളരെ ഗംഭീരമായിട്ട് പറഞ്ഞിട്ട് ഭജ എന്നുള്ളത് ഇംഗ്ലീഷിൽ വർഷിപ്പ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ലൈനുകൾ എത്രയോ വളരെ ശക്തമായിട്ടുള്ള മീനിങ് ആണ് ഭജ എന്നുള്ളത്. ഭജ എന്നുള്ളത് ഭഗവാന് വേണ്ടി മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. നമ്മളൊരു മഹാനായ വ്യക്തിയെ നമുക്കൊരിക്കൽ വേണമെങ്കിൽ എന്താ പറയുക, ബഹുമാനിക്കാം, അങ്ങനെയും ചെയ്യാം. പക്ഷേ ഭജ എന്ന് പറയുമ്പോൾ, ഭക്തി എന്ന് പറയുമ്പോൾ, സേവ എന്ന് പറയുമ്പോൾ അത് ഭഗവാനെ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇപ്പം നമ്മൾ ഭക്തി എന്ന് പറയുമ്പോൾ ചില ആൾക്ക് പറയും ഞാൻ ശിവന്റെ ഭക്തനാണ്, മറ്റേ ബ്രഹ്മാവിന്റെ ഭക്തൻ, ഗണേശന്റെ അല്ലെ സൂര്യന്റെ അല്ലെ ദുർഗയുടെ ഭക്തന്മാർ പറയാം. പക്ഷേ ഭക്ത എന്ന് പറയുമ്പോൾ, ഭക്തവത്സല എന്ന് വാക്ക് പറയുമ്പോൾ ഇവരാരെയും ഉദ്ദേശിക്കുന്നില്ലല്ലോ. ഭക്തവത്സല വെച്ചാൽ കൃഷ്ണൻ മാത്രമേ ഉള്ളൂ. ഭക്തി എന്നുള്ളത് കൃഷ്ണനെ മാത്രം ഉദ്ദേശിച്ചിട്ടേ പറഞ്ഞിട്ടുള്ളൂ. അബ്സല്യൂട്ട് ട്രൂത്തിനെയാണ് ഭക്തി പറയാൻ പറ്റുള്ളൂ. മറ്റേന്നുള്ള പൂർണ്ണമായിട്ടുള്ള ഭക്തി അല്ല അതിന്. കാരണം അതിലൊരു ഗുണം നിറഞ്ഞ ഭക്തിയാണത്. പ്യുവർ ഡിവോഷൻ എന്താ, രജോ ഗുണോ തമോ ഗുണോ ഈ അടങ്ങിയിട്ടുള്ള കലർന്നിട്ടുള്ള ഭക്തിയാണ് ബാക്കി ദേവന്മാരുമായിട്ട് നമുക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഭക്തി. അതെ. അപ്പൊ അതുകൊണ്ട് അതിനെ ശുദ്ധ ഭക്തി എന്ന് പറയാൻ പറ്റില്ല. ഭക്തി എന്ന് പറയുമ്പോൾ ഭജ് ആരാധന പറയുമ്പോൾ ഇത് ഭഗവാൻ കൃഷ്ണനെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അവസാനത്തെ 3 ശ്ലോകം കറക്റ്റ് ആയിട്ട് ആ സംബന്ധ ജ്ഞാന അഭിധേയ ആൻഡ് ഇത് തന്നെയാണ് പുരുഷോത്തമ യോഗത്തിന്റെ അവസാനത്തിലുള്ള അണ്ടർസ്റ്റാൻഡിങ്. അതാണ് ഇത് പറയുന്ന ആദ്യത്തെ 5 ശ്ലോകങ്ങളിൽ ഇതിന്റെ മൂല സ്വഭാവം, ഘടന, അശ്വതമരത്തിന്റെ ഘടനയെ പറ്റി പറഞ്ഞു. അതെങ്ങനെ ഇല്ലാതാക്കാം എന്ന കാര്യം കൂടി അവിടെ പറയുന്നുണ്ട്. അതിനുശേഷം 6-ാം ശ്ലോകം മുഴുവൻ പുരുഷോത്തമ യോഗം, പുരുഷനെ കുറിച്ചിട്ടുള്ള പുരുഷോത്തമനെ കുറിച്ചാണ്. അതുവഴി നമുക്ക് ഭഗവാനെ കുറിച്ച് ശരിയായ ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ ആ ഭഗവാനോടുള്ള പ്രേമം വർദ്ധിക്കും. ജ്ഞാനം ഇല്ലാണ്ട് നമുക്ക് ഒരിക്കലും ഭഗവാനോട് ഭക്തി ചെയ്യാൻ പറ്റില്ല. ജ്ഞാനം വഴി ഭഗവാനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഭഗവാനെ നമുക്ക് ആ ഒരു വ്യക്തിയാണ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആ ഭഗവാനുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ നമ്മൾ ആഗ്രഹിക്കും. അതാണ് ഭക്തിയുടെ അടിസ്ഥാനമായിട്ടുള്ള കാര്യം. അത് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് അവിടെ പ്രത്യേകിച്ച് ശിലാപ്രവാദത്തോടെ പറയുന്നുണ്ട് ശ്ലോകത്തില് തികഞ്ഞ കൃഷ്ണാബോധത്തോടെ വിശുദ്ധ ഭക്തന്മാരോടൊപ്പം ഭക്തി ഉത്സവം അനുഷ്ഠിക്കുന്നവർ പാടെ വർജിക്കേണ്ട ചില കൃത്യങ്ങളുണ്ട്. അപ്പോൾ അസോസിയേഷൻ ഷുഡ് ബി വിത്ത് പ്യുവർ ഡിവോട്ടീസ്. ഏതാ പ്യുവർ ഡിവോട്ടീസ്? ഈ കാര്യം മുഴുവൻ മനസ്സിലാക്കിയ ആൾക്കാരാണ്. തമോ ഗുണം രജോ അങ്ങനെ പുറത്തു വന്ന് ഇതിന് മുഴുവൻ മനസ്സിലാക്കുന്ന ആൾക്കാണ് വിശുദ്ധ ഭക്തന്മാരെ. അവരുമായിട്ടാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ബാക്കി ആൾക്കാരുടെ അസോസിയേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ശ്രീമദ് ഭാഗവതമായിരിക്കാം, അല്ലെങ്കിൽ അതുപോലത്തെ ഗ്രന്ഥമായിരിക്കാം. എന്നാലും അതിൽ ഈ പറഞ്ഞ ഗുണങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുടെ ഗുണങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇവരുമായിട്ട് നമ്മൾ അധികം സംഘം ചേരരുത്.
4-ാം അധ്യായത്തിലെ 4-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ജിതസംഗദോഷ എന്ന് നമുക്ക് ഉപയോഗിക്കുന്നത്. ജിതസംഗദോഷ association, free from association of gunas as well as free from association of persons in gunas. രണ്ടും നമ്മൾ ഉപേക്ഷിക്കണം. നമ്മളിരിക്കുന്ന ഗുണങ്ങൾ രജോ ഗുണവും തമോ ഗുണം മനസ്സിലാക്കിക്കൊണ്ട് അതിനെ പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യണം, ഇല്ലാതാക്കണം. അതേ സമയത്ത് ഇതിലുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യരുത്. പക്ഷെ അവരെ ഭക്തന്മാരുടെ വേഷത്തിലാണെങ്കിൽ ഭക്തന്മാരുടെ ഫീൽഡിലെ അപ്പോൾ അവരെ വേണം വെച്ച് കബളിപ്പിക്കാനല്ല പറ്റിക്കലല്ല ചെയ്യണം. പക്ഷേ അവർക്ക് അറിയില്ല ഇതിനെക്കുറിച്ച്, പൂർണ്ണമായി ശരിയായിട്ടുള്ള ജ്ഞാനമില്ലാത്ത ആൾക്കാരാണ് അവരുടെ. അതുകൊണ്ട് അവരുടെ ആ ഇത് പ്രശ്നം ഉണ്ടാക്കുന്നത്. പക്ഷെ നമുക്ക് കണ്ടീഷൻ ആയതുകൊണ്ട് നമ്മളിങ്ങനെ വർഷങ്ങളായിട്ട് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മാറ്റാൻ ഭയങ്കര വിഷമം ഉണ്ടാവും. അവരെന്താ വിചാരിക്കാം, നമുക്ക് വിഷമം ഉണ്ടാവില്ല. നമ്മൾ ഒരുമിച്ച് ഇത്രയും കാലം ഒരു കാര്യം ചെയ്തല്ലേ എന്നുണ്ടാവും. പക്ഷെ സ്വാർത്ഥം അതിലെല്ലാം കിടക്കണം. സ്വാർത്ഥം എന്നുള്ളത് ഭഗവാനെ പ്രാപിക്കലാണ്. അതിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കണം, പ്രതികൂലമായിട്ടുള്ള വർജിക്കുകയും ചെയ്യണം. എന്നാൽ മാത്രമേ ഒരു ദൃഢത ഉണ്ടാവുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് പുരോഗതി ഉണ്ടാവൂ. ഹരേ കൃഷ്ണ. പരിധാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവർക്ക് ജയ്. ശിലാ പ്രഭാത് ജയ്. ഗോപ്രമാണം.